പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആശാൻ കാലത്തിലൂടെ വളർന്നുകൊണ്ടേയിരുന്നൊരു കവിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ നിലയിൽ കാലത്തിലൂടെ വളർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത് എല്ലാ എഴുത്തുകാർക്കും എല്ലാ എഴുത്തുകൾക്കും കൈവരുന്ന ഒരു ഗുണമല്ല. അത് താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ അത്രമേൽ ആഴത്തിൽ വേരാഴ്ത്തിക്കൊണ്ട് ആ കാലത്തെ രൂപപ്പെടുത്തിയ എല്ലാത്തരം പ്രവണതകളോടും അതിലെ വൈരുദ്ധ്യങ്ങളോടും മറയില്ലാതെ വിനിമയത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞതിൻ്റെ കൂടി ഫലമായിട്ടാണ് വാസ്തവത്തിൽ വലിയ എഴുത്തുകൾ കാലത്തിലൂടെ വളരുന്നത്. അതിനു പകരം ഏത് കാലസന്ദർഭത്തിലെയും ഏതെങ്കിലും ചില വിശേഷ പ്രവണതകളെ, ഏതെങ്കിലും ചില വീക്ഷണഗതികളെ നിങ്ങളുടെ എഴുത്തിൻ്റെ ആധാര തത്വമാക്കി ഉറപ്പിച്ച് നിർത്തി അതിനെ മുൻനിർത്തി മാത്രം ഒരാൾക്ക് എഴുതാം. ഞാനത് തെറ്റെന്നൊന്നും പറയല്ല. അത്തരം എഴുത്തുകൾ പക്ഷേ കാലത്തിൽ പെട്ടെന്ന് അടഞ്ഞു പോകും. കേസരി ബഷീറിനെ കുറിച്ച് എഴുതുന്നൊരു വാക്യം, ബഷീറിനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ വയറ് വളരെ വലുതാണ്. ആശാനെ വിഴുങ്ങിയ തിമിംഗലമായിട്ട് അതിനേക്കാളും ഒക്കെ എത്രയോ വലുതായിരുന്നു. വലിയ എഴുത്തുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കാലവൈരുദ്ധ്യങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ട് ആ വൈരുദ്ധ്യങ്ങളെയും അതുളവാക്കുന്ന സംഘർഷങ്ങളെയും തൻ്റെ രചനാജീവിതത്തിൻ്റെ ആധാരശിലയായി സ്വീകരിച്ച് അതിലെ വൈരുദ്ധ്യങ്ങളിൽ പൊട്ടിപ്പിളർന്നു പോകുന്ന എഴുത്തുകളാണ് വലിയ എഴുത്തുകൾ. അതല്ലാതെ അന്തിമമായ സുനിശ്ചിത തത്വങ്ങൾ മുൻകൂറായി പ്രഖ്യാപിച്ച് സത്യം ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു എന്നെല്ലാം പറയുന്ന എഴുത്തുകളൊന്നും കാലത്തിൽ വളരില്ല. അതൊക്കെ ഒരു കാലത്തിൻ്റെ സവിശേഷമായൊരു സന്ദർഭത്തിൽ വലിയ പ്രോജ്വലമായ പ്രതീതികൾ ഉളവാക്കും എങ്കിലും കാലത്തിൻ്റെ അടുത്ത ചുവട് അതിനെ വിസ്മൃതിയിലേക്ക് തള്ളി മാറ്റും. ആശാൻ അങ്ങനെ ഒരാളായിരുന്നില്ല. എഴുതിപ്പെട്ടിരുന്ന കാലത്ത് ആശാൻ താരതമ്യേന അത്രയൊന്നും വാഴ്ത്തപ്പെട്ട ഒരു കവിയുമായിരുന്നില്ല. വള്ളത്തോൾ ആശാനെ കുറിച്ച് ഒരുക്കി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ ധീവരരുടെ കവിയായിരിക്കുന്നത് പോലെ തീയ സമുദായത്തിൽപ്പെട്ടവരുടെ ഒരു കവിയാണ് ആശാൻ എന്നാണ്. അത് ഒരു കുറ്റമായിട്ടൊന്നും ഞാൻ പറയല്ല. കാലത്ത് കവിത ഇങ്ങനെ വിവിധ സമുദായങ്ങളുടെ ഉള്ളിലാണ് പിറക്കുന്നതും ജീവിക്കുന്നതും എന്ന് ആളുകൾ പൊതുവെ കരുതിയിരുന്നു. ആശാന് വൃത്തശുദ്ധിയോട് എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന കാലത്തെ പണ്ഡിത നിരൂപകന്മാർ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആശാന്റെ കവിതകളിൽ ആ നിരന്തരമായി ആവർത്തിച്ചു വരുന്ന നിരർത്ഥക ശബ്ദങ്ങൾ, ആക്ഷേപകങ്ങൾ, ഇതൊക്കെ ആശാന്റെ പദസ്വാധീനക്കുറവിൻ്റെ അടയാളങ്ങളാണ് എന്നും ചിലരൊക്കെ അക്കാലത്ത് വാദിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെ രചനാദോഷവും ഭാഷാശുദ്ധിയില്ലായ്മയും അല്ലെങ്കിൽ ലീലാകാവ്യത്തെക്കുറിച്ച് വള്ളത്തോളും പിന്നീട് കുട്ടികൃഷ്ണമാരാരും ഒക്കെ പറഞ്ഞതുപോലെ പ്രമേയപരമായ ഭദ്രതയില്ലായ്മയും അടക്കം എത്രയോ കാര്യങ്ങൾ ആശാൻ ജീവിച്ച കാലത്തും തൊട്ടു പിന്നാലെയും ആശാന്റെ കവിതയെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആശാന്റെ കവിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ശ്ലോകം കൂടി ഓർക്കാവുന്നതാണ്. ആശാൻ ആശയഗംഭീരൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, KC 3 തികഞ്ഞവൻ എന്നാണ്. KC ഈ ശ്ലോകത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെയും KCയെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുകിട്ടാൻ പറ്റില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് പറയും, ആശാൻ ജീവിച്ചിരുന്ന കാലത്ത് ആശാനേക്കാൾ വലിയ കവിയായി വാഴ്ത്തപ്പെട്ട ഒരാളായിരുന്നു സർദാർ KM പണിക്കർ, സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനൊക്കെയായി. ഇന്ന് അങ്ങനെ ഒരാളാണ് എന്ന ഓർമ്മയിലല്ലാതെ ഇതൊന്നും തുടരുന്നില്ല. അതുകൊണ്ട് ആശാൻ കാലത്തിലൂടെ വലിയ തോതിൽ വളർന്നു. കഴിഞ്ഞ ഒരു 1.5 നൂറ്റാണ്ടിനിടയിൽ അല്ലെങ്കിൽ 1.25 നൂറ്റാണ്ടിനിടയിൽ മലയാളത്തിലുണ്ടായ സാഹിത്യ വിമർശനപരമോ സംസ്കാര വിശകലനപരമോ ആയ എല്ലാ സമീപനങ്ങളും ആശാനെ ഉരച്ചു നോക്കിയിട്ടുണ്ട്. അത് സാമൂഹ്യശാസ്ത്ര വിമർശനമാകാം, ശൈലീ
ലക്കാനിയൻ മനോവിജ്ഞാനത്തിന്റെ പുതിയ പ്രകാരങ്ങളാകാം. ഏത് വഴിയും ആശാനിൽ ചെല്ലുന്നുണ്ട്. അവരെല്ലാം ആശാനെ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷവും ആശാൻ ബാക്കിയുമുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വലിയ കവിതയുടെ ഒരു ലക്ഷണം പണ്ട് വിജയമാഷ് പറയും, അത് കവിഞ്ഞു പോകും എന്ന്. അത് നിങ്ങളുടെ വ്യാഖ്യാനത്തിനകത്തും കുറച്ചുണ്ടാവും, പക്ഷേ വ്യാഖ്യാനത്തിനപ്പുറത്തേക്കും അത് കവിഞ്ഞു പോകും. ഈ കവിഞ്ഞു പോകലാണ് ഒരുപക്ഷെ എഴുത്തുകളെ വലിയ എഴുത്തുകളാക്കുന്നത്. ഈ കവിഞ്ഞു പോകൽ കലയിൽ എങ്ങനെ സംഭവിക്കുന്നു, കവിതയിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നാലോചിച്ചാൽ അത് വാസ്തവത്തിൽ അതിഭൗതികമേ അല്ല, മറിച്ച് ചരിത്രപരമാണ്. ചരിത്രപരം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ചരിത്രത്തെക്കുറിച്ച് നാം പാഠപുസ്തകങ്ങളിൽ നിന്നും സമാഹരിച്ചു വച്ചിട്ടുള്ള ഏതെങ്കിലും ചില ധാരണകളെ സാഹിത്യകൃതികൾ, കലാവസ്തുക്കൾ പ്രമേയപരമായി ആവിഷ്കരിക്കുന്നു എന്നതല്ല കവിതയുടെ, കലയുടെ ചരിത്രപരത. മറിച്ചൊരു കാലത്തെ രൂപപ്പെടുത്തുന്ന തെളിഞ്ഞതും തെളിയാത്തതുമായ ബലങ്ങളെയും അവ തമ്മിലുള്ള ഇണക്കങ്ങളെയും അവയ്ക്കിടയിൽ അഗാധമായ വൈരുദ്ധ്യങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പടക്കളം പോലെ സ്വയം നിലകൊള്ളാനും തന്നെ തന്നെ തിരുത്തുന്ന ബലങ്ങളെ തൻ്റെ കവിതയ്ക്കുള്ളിൽ തന്നെ സന്നിവേശിപ്പിക്കാനും അങ്ങനെ തൻ്റെ തന്നെ എതിരാളിയായി തന്നെ പ്രതിഷ്ഠിക്കാനും ഒക്കെ കവിതയിലെ, വലിയ കവിതയിലെ, വലിയ എഴുത്തിലെ കർത്താക്കൾക്ക് കഴിയും. അവർ സത്യം പറയുന്നു എന്ന് പറയുന്നതിനെ അവരുടെ എഴുത്ത് തിരുത്തിക്കളയും. അവരുടെ നന്മയിലുള്ള വിശ്വാസത്തെ അവരുടെ എഴുത്ത് തന്നെ തിരുത്തും. ഇൻസൾട്ടഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് എഴുതിയത് ഡെസ്റ്റോവ്സ്കിയാണ്. ഡെസ്റ്റോവ്സ്കി സൂക്ഷിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ജൂതവിരോധം കാണാൻ ഒരു പ്രയാസമില്ല. അപ്പോ നിന്ദിതരും പീഡിതരും എഴുതിയ ഡെസ്റ്റോവ്സ്കി തന്നെയാണോ ഈ ജൂതവിരോധം കൊണ്ടു നടന്നത് എന്ന ചോദ്യം ചോദിക്കുന്നതോടെ ഡെസ്റ്റോവ്സ്കി പിളരാൻ തുടങ്ങി. ഈ പിളർപ്പ് അയാളുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല. ഈ പിളർപ്പ് കാലത്തിൽ വേരാഴ്ത്താനുള്ള ഒരു ചരിത്രത്തിന്റെ വൈരുദ്ധ്യാത്മകതയിൽ ആഴത്തിൽ കടന്നു നിൽക്കാനുള്ള എഴുത്തിന്റെ ശേഷിയാണ്. എഴുത്തിനെ കുറിച്ച് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സാഹിത്യ ചിന്തകനായിട്ടുള്ള റാൻസിയെ പറയുന്ന ഒരു വാക്യം ദ ലിവിങ് ഡയലക്റ്റിക് എന്നാണ്. ലിറ്റററി സാഹിതീയത. എന്താണ് സാഹിതീയത? ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ്. ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ്. വൈരുദ്ധ്യങ്ങളെല്ലാം ചേറ്റിക്കൊഴിച്ച് സാമൂഹ്യശാസ്ത്ര കൃതികൾ നൽകുന്നത് പോലെ, തത്വശാസ്ത്ര കൃതികൾ നൽകുന്നത് പോലെ സുനിശ്ചിതമായ അന്തിമ ഉത്തരങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സാമഗ്രിയുടെ പേരേ അല്ല കല എന്നാണ്. അതല്ല ദ ലിവിങ് ഡയലക്റ്റിക്. അതൊന്ന് ചലനാത്മകവും ജൈവികവുമാണ്. രണ്ട്, അത് വൈരുദ്ധ്യ നിർഭരമാണ്. ഈ വൈരുദ്ധ്യ നിർഭരത ആശാന്റെ എഴുത്തിൽ വേണ്ടത്ര ഉള്ളത് കൊണ്ടാണ് ആശാൻ പിന്നെയും പിന്നെയും വായിക്കപ്പെടുകയും പിന്നെയും പിന്നെയും വ്യാഖ്യാനിക്കപ്പെടുകയും ആ വ്യാഖ്യാനങ്ങൾക്കെല്ലാ ശേഷവും ആശാൻ തുടരുകയും ചെയ്യുന്നത്. ഇത് ആശാന്റെ ജീവിതം പലതായിരുന്നു എന്ന് നാം ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. ഒരു പ്രകാരത്തിൽ ജീവിച്ച ഒരാളല്ല. ആശാനെ കവി എന്ന നിലയിലാണ് നാം ഇപ്പോൾ ഓർക്കുന്നതെങ്കിലും ആശാന്റെ ജീവിത വൃത്തികളിലെ ഒരു ഘടകമായിരുന്നു കവിത. അത് നമുക്കിപ്പോൾ അറിയാം. ആശാൻ പത്രാധിപരായിരുന്നു, വിവേകോദയത്തിന്റെ പത്രാധിപരായിരുന്നു. ആശാൻ സാമൂഹ്യ സംഘടനാ പ്രവർത്തകനായിരുന്നു, SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. ആശാൻ സന്യാസിയായിരുന്നു. നാരായണഗുരുവിന് ശേഷം ഗുരുപാരമ്പര്യത്തിലെ അടുത്ത സന്യാസിയായി പലരും കരുതിയതും ചിന്നസ്വാമി എന്ന് വിളിച്ചതും ആശാനെയാണ്. ആശാൻ ഒട്ട് കമ്പനി മാനേജറായിരുന്നു. കാൽപ്പനിക കവിയായിരിക്കെ ഒട്ട് കമ്പനി മാനേജറായ ലോകത്തെ ഒരേ ഒരാൾ ആശാനായിരിക്കും. കാരണം പൊതുവെ പറഞ്ഞാൽ കാൽപ്പനികത വ്യവസായത്തിനെതിരാണ്. പക്ഷെ ആശാൻ അപ്പുറത്ത് കാൽപ്പനിക കവിത എഴുതുകയും ഇപ്പുറത്ത് ഒട്ട് കമ്പനി നടത്തുകയും രണ്ടിനും ഒരു പ്രയാസം കൂടാതെ ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. ആശാൻ നിയമസഭാംഗമായിരുന്നു. അങ്ങനെ ഏതെല്ലാം പ്രവൃത്തികളിൽ ആശാൻ മതചിന്തകനായിരുന്നു. മതപരിവർത്തന രസവാദം അടക്കം അക്കാലത്തെ പ്രധാനപ്പെട്ട മതവിചിന്തനങ്ങളിൽ ആശാൻ ഇടപെടുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ആശാൻ പല ദിശകളിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു സ്ഥാനാണ്. ഒരു വഴിയിലേക്കല്ല, പല ദിശകളിലേക്ക് അത് തുറന്നു കിടക്കുന്നു. ഈ ദിശകളൊക്കെ തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൊരുത്തമൊന്നും ഉണ്ടാവണമെന്നില്ല. എല്ലാം തമ്മിൽ പൂരിപ്പിക്കുന്നൊന്നുമില്ല. ആശാനിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ എത്രയെങ്കിലും വൈവിധ്യങ്ങൾ ആശാന്റെ വ്യക്തി ജീവിതം മുതൽ കാവ്യജീവിതം വരെയുള്ള പല സ്ഥാനങ്ങളിലും കാണാം.
ഇപ്പൊ ചിന്നസ്വാമി ആയിരിക്കുന്ന കാലത്താണ് ആശാൻ അധ്യാപക പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ഭാനുമതിയമ്മയെ കാണുകയും അദ്ദേഹം സന്യാസം അവസാനിപ്പിച്ച് അദ്ദേഹം ഗാർഹസ്ഥ്യത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ഗുരുവോ ചരിഷ്യാമി ശിവം ഗൃഹവ്രതം എന്നൊരു ശ്ലോകം എഴുതി ഗുരുവിന് സമർപ്പിക്കുകയും ഗുരു ഗാർഹസ്ഥ്യത്തിന് അനുവാദം നൽകുകയും ചെയ്തു. അതൊരു ചിന്നസ്വാമിയായിരുന്നു. ആശാൻ കാൽപ്പനിക കവിയാണ് എങ്കിൽ നേരത്തെ ഇവിടെ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ ആശാന്റെ ഭാഷയിൽ കാൽപ്പനികാംശങ്ങൾ താരതമ്യേന വളരെ കുറവാണ്. കാൽപ്പനികതയുടെ ഭാഷാ സ്വഭാവത്തെ കുറിച്ച് വേഴ്സ്വർത്തും മറ്റും പറഞ്ഞ നിരീക്ഷണങ്ങൾ നിത്യജീവിത ഭാഷയിൽ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന രീതിയിൽ കവിത എഴുതണം എന്ന വേഴ്സ്വർത്തിന്റെ പ്രാമാണികമായ തത്വം ഒരു കാലത്തും ആശാന്റെ കവിതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആശാന്റെ കവിത അങ്ങനെയൊന്നുമല്ല എന്ന് ഉദാഹരണം പറയേണ്ടതില്ലല്ലോ. ചോലപ്പറമ്പിനെ കുറിച്ച് ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഇക്കാണും പ്രഭാസരിത്തിനെ ഇരുട്ടാക്കും വെളിച്ചമായി, ശോകാശങ്കയിടാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കും ഏകാന്താദ്വയ ശാന്തിപൂവ് എന്നതൊക്കെ നിയോ ക്ലാസിക്കൽ പദാവലികളിൽ നിന്ന് ആശാൻ സ്വാംശീകരിച്ച പദകോശമാണ്. ആശാന്റെ വൃത്തങ്ങൾ ശാർദൂല ക്രീഡിതമോ മന്ദാക്രാന്തയോ നിയോഗിനിയോ പോലെ ആശാൻ വലിയ തോതിൽ സ്വീകരിച്ച വൃത്തങ്ങളൊന്നും കാൽപ്പനികതയുടെ ഒരു ധാരയിൽ നിന്നുണ്ടായതല്ല. കാൽപ്പനികതയുടെ ധാരയിൽ മലയാളത്തിൽ കാവ്യ ഭാഷാ രൂപം വികസിച്ചു വരുന്നത് ചങ്ങമ്പുഴയിലാണ്. ചങ്ങമ്പുഴയെ കുറിച്ച് എന്ന പ്രബന്ധത്തിൽ EMS അത് പറയുന്നുണ്ട്. പ്രമേയപരമായിട്ടല്ല, മലയാളത്തിന്റെ കാവ്യ ഭാഷയെ അഴിച്ചു പണിതു എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ വിപ്ലവം എന്ന് 84 തന്റെ പഠനത്തിൽ EMS ചങ്ങമ്പുഴയെ കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭാഷയിൽ ആശാൻ വലിയ ഒരു നിയോ ക്ലാസിക്കൽ ബലം സൂക്ഷിച്ചിരുന്നു. എന്നാൽ അതേ ആശാൻ മലയാളത്തിലെ ക്ലാസിക്കൽ കാൽപ്പനികതയുടെ പ്രധാന പ്രതിനിധിയായിട്ട് മാറുകയും ചെയ്തു. ആശാൻ സ്ത്രീവിമോചനത്തിന്റെ വലിയ ഗായകനായി നാം ഇന്ന് കാണുന്നുണ്ട്. ചിന്താവിഷ്ടയായ സീത അതിന്റെ മുഖ്യസ്ഥാനത്താണ്. തീരെ നളിനിയിലുമൊക്കെ ഇത് നമുക്ക് ഏറിയും കുറഞ്ഞും കാണാനായിട്ട് കഴിയും. എന്നാൽ ഇതേ ആശാൻ തന്നെ കുറച്ചുകൂടി മുമ്പ് കണ്ണേറുകൊണ്ട് കരിഷക്കടലിൽ വീഴ്ത്തും പെണ്ണുങ്ങളും പുഴുകൊണ്ട് പൊലിഞ്ഞു പോകും എന്നെഴുതി ഈ പെണ്ണിന്റെ കടക്കണ്ണിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളും ആശാനിലെ ഉണ്ട്. ആശാൻ ബുദ്ധമതത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരാളാണ്. ചണ്ടാലഭിക്ഷുകി ബുദ്ധനെ കുറിച്ച് തന്നെ പറയുന്നു. ബുദ്ധനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും വാസ്തവത്തിൽ നളിനി മുതല് ബുദ്ധൻ ഒരു അന്തര്യാമിയായ പ്രവാഹം പോലെ, ഒരു രഹസ്യ നദി പോലെ ആശാന്റെ ഭാവുകത്വത്തിന്റെ അടിപ്പടവിലുണ്ട്. ആശാന്റെ ഭാവുകത്വത്തിൽ രൂപപ്പെടുത്തിയ ഒരു പുരുഷ സങ്കല്പത്തിൽ വാസ്തവത്തിൽ ബൗദ്ധമായ ഒരു ഒരു ശമം ഉണ്ട്. ആ ശമത്തിലാണ് ആശാന്റെ ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. പക്ഷേ ആശാൻ ബുദ്ധമതത്തിലേക്ക് മാറണം എന്ന നിലയ്ക്ക് കേരളത്തിൽ ഉയർന്നു വന്ന വാദഗതികളെ മിതവാദി കൃഷ്ണൻ വക്കീലും CV കുഞ്ഞിരാമനും അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന വാദഗതികളെ വലിയ തോതിൽ എതിർക്കുകയും മതപരിവർത്തന രസവാദം എന്നൊരു പുസ്തകം തന്നെ ആശാൻ അതിനെതിരെ എഴുതുകയും ചെയ്തു. അങ്ങനെ അകമേ ബുദ്ധനായി ജീവിച്ച് പുറമേ ബുദ്ധമതത്തെ ആശാൻ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എത്രയെങ്കിലും വൈരുദ്ധ്യങ്ങൾ ആശാൻ സ്നേഹഗായകനാണ് എന്നത് വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമാണ്. പക്ഷെ ആശാന്റെ സ്നേഹം സാമാന്യ സ്നേഹമല്ല എന്ന് ആശാൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലീലയ്ക്ക് എഴുതിയ ആമുഖത്തില് നളിനി കാവ്യത്തിലെ സ്നേഹം ലൗകിക ദൃഷ്ട്യ അത്ര സാധുവല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് എന്നാണ്. അത് അതിലും കേമായി എന്ന് നമുക്കറിയാം. ലൗകിക ദൃഷ്ട്യ വളരെ സാധുവായ ഒരു സ്നേഹമാണല്ലോ ലീലയിലെ. അപ്പോൾ ആശാനിൽ ഇത്തരം ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളൊന്നും കണ്ട് നമ്മൾ പേടിക്കണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആളുകളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ എന്തോ കുറ്റകൃത്യാണെന്നാണ്. ഒട്ടുമേ അല്ല കേട്ടോ. വൈരുദ്ധ്യങ്ങളാണ് യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം. വൈരുദ്ധ്യങ്ങൾ ഒരു തകരാറല്ല. നിങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവത്തിൽ ഒരു തകരാറ് എന്ന് കുറെ കഴിയുമ്പോൾ അത് മനസ്സിലാക്കും. ലോകത്തെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായ വാൾട്ട് വിറ്റ്മാൻ തന്റെ കവിതയെ കുറിച്ചും തന്നെ കുറിച്ച് എഴുതുന്ന ഒരു കവിതയില് സോങ് ടു മൈസെൽഫ് എന്ന കവിതയിൽ അതിപ്രസിദ്ധമായ 4 വരികളിൽ ഈ കാര്യം പറയുന്നുണ്ട്. വാൾട്ട് വിറ്റ്മാൻ എഴുതുന്ന വരി ഇങ്ങനെയാണ്: ഡു ഐ കോൺട്രഡിക്റ്റ്? എനിക്ക് വൈരുദ്ധ്യമുണ്ടോ? എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഡു ഐ കോൺട്രഡിക്റ്റ്? യെസ്, ഐ കോൺട്രഡിക്റ്റ്. ഐ ആം ലാർജ്. ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ട്.
ഞാൻ വലുതാണ്, ഞാൻ ജനസഞ്ചയങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒരു കാലത്തിൽ ആഴത്തിൽ വേരാഴ്ത്തിയാൽ ഡെഫിനറ്റ്ലി യു വിൽ കോൺട്രഡിക്റ്റ്. നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു കാലസന്ദർഭത്തെയും കാണാൻ പറ്റില്ല. അതിൽ നിന്ന് നിങ്ങൾ ചേറ്റിക്കൊഴിച്ചെടുക്കുന്ന ചില തത്വങ്ങളാണ് നിങ്ങൾ കവിതയിൽ പറയുന്നതെങ്കിൽ കവിതയിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല. അതിൽ നിന്ന് ചേറ്റിക്കൊഴിച്ചെടുത്ത ചില ജീവിത സ്ഥാനങ്ങളിലാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിലയുറപ്പിക്കുന്നതെങ്കിൽ നിങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ചരിത്രത്തിൽ വേരാഴ്ത്തിയാൽ, അത് കവിതയാകട്ടെ മനുഷ്യനാകട്ടെ, ഡെഫിനറ്റ്ലി ഹി വിൽ കോൺട്രഡിക്റ്റ്, ദ പോയം വിൽ കോൺട്രഡിക്റ്റ്. അതാണ് വാൽവിന്റെ ഞാൻ പറയുന്നത്. ഡു ഐ കോൺട്രഡിക്റ്റ്? യെസ്, ഐ ആം ലാർജ്. വലുതായിരിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളിൽ പെട്ടു. നിങ്ങളുടെ ജീവിത സ്ഥാനത്ത് സുരക്ഷിതമായി വൈരുദ്ധ്യങ്ങളെ അകറ്റി മാറ്റി നിർത്താൻ പറ്റും. പക്ഷേ ചരിത്രത്തിൽ വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. കലയിലും വൈരുദ്ധ്യങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല. കല അതിനോട് തന്നെ പോരടിക്കും. രാജാവിന് വേണ്ടിയാണ് സി വി രാമനുള്ള നോവൽ എഴുതിയത്, പക്ഷെ ഭരിച്ചത് ചന്ദ്രക്കാരനാണ്. കഥകൾ മുഴുവൻ പച്ചവേഷത്തിന്റെ മഹിമയ്ക്കാണ്, പക്ഷെ അരങ്ങിൽ ഭരിക്കുക കത്തിയാണ്. കീചകനും ദുശാസനും ദുര്യോധനും ഭരിച്ച പോലെ ഒരു പച്ചവേഷവും കളിയരങ്ങിൽ ഭരിച്ചിട്ടില്ല. ബൽസാക്ക് എഴുതിയത് പ്രഭുത്വത്തെ വാഴ്ത്താൻ വേണ്ടിയാണ്, പക്ഷെ എഴുതി വന്നപ്പോ പ്രഭുത്വത്തിന്റെ തകർച്ചയുടെ കഥയായി. ബൽസാക്ക് സ്വയം പ്രഭുവായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തെഴുതാൻ ശ്രമിക്കുന്നു എന്നതിന്റെ രൂപം തന്നെയാണ് എഴുത്ത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വാക്ക് നിങ്ങളായിട്ടുണ്ടാക്കുന്നതല്ല, വാക്ക് ചരിത്രത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച അർത്ഥവും നിങ്ങൾ സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അർത്ഥസൂചനകളും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവസ്ഥാനത്തിന്റെ പേരാണ് വാക്ക്. അതിൽ ഒരടര് മാത്രമാണ് ഡിക്ഷണറിയിൽ ഉണ്ടാവുക, ബാക്കി അടര് മുഴുവൻ ചരിത്രത്തിലാണ്. ഒരടര് ഡിക്ഷണറിയിൽ ഉണ്ടാവും. വിവേകം, കാര്യകാരണബോധം എന്നായിരിക്കും ചിലപ്പോൾ നിഘണ്ടുവില്ലേ. പക്ഷേ ദാരിദ്ര്യമെന്തെന്ന് അറിഞ്ഞവർക്ക് പരക്ലേശ വിവേകമുള്ളൂ എന്ന് നമ്പ്യാര വായിക്കുമ്പോൾ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന ആശാന വായിക്കുമ്പോൾ വിവേക ഡിക്ഷണറിക്ക് പുറത്തേക്ക് വീണു. ഈ പുറത്തേക്കുള്ള കവിഞ്ഞു പോകലാണ് കവിത. അതുകൊണ്ട് കവിതയെ നിങ്ങൾക്ക് മെരുക്കാൻ പറ്റില്ല. കവിതയെ, നല്ല കവിതയെ മെരുക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടതാണ് കവിതയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഏത് നിരൂപകൻ വ്യാഖ്യാനിച്ചാലും ഷേക്സ്പിയർ ബാക്കിയുണ്ടാവും, ഏത് നിരൂപകൻ വ്യാഖ്യാനിച്ചാലും ആശാൻ ബാക്കിയുണ്ടാവും. കാരണം അത് ആഴത്തിൽ വൈരുദ്ധ്യ നിർഭരമാണ്. ഈ വൈരുദ്ധ്യ നിർഭരത മലയാളത്തിൽ ഏറ്റുവാങ്ങിയ വലിയ എഴുത്തുകാരിൽ പ്രധാനിയാണ് കുമാരനാശാൻ. അതുകൊണ്ട് ആശാന്റെ എഴുത്തിൽ നമ്മൾ പല പ്രതലങ്ങൾ കാണുന്നുണ്ട്. ആശാൻ എത്രയെങ്കിലും വഴികളിൽ നിങ്ങൾക്ക് വായിക്കാം. മുണ്ടശ്ശേരി വായിച്ചതുപോലെ എത്രയോ വിശേഷണങ്ങൾ വന്നു. നമുക്കറിയാമല്ലോ, മനുഷ്യകഥാനുഗായി എന്ന ഗംഭീരമായ പ്രയോഗത്തിലൂടെ മുണ്ടശ്ശേരി ആശാനെ സ്ഥാപിച്ചെടുത്തു. അല്ലെങ്കിൽ ആശയഗംഭീരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു, സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു, വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. തായാട്ട് ശങ്കരനാണെങ്കിൽ അത് ഭൂഷ വിപ്ലവമാണെന്ന് കൃത്യമായിട്ട് സ്ഥാനനിർണയവും നടത്തേണ്ട. അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ ആശാന് ചുറ്റും വന്നു. ഇതൊന്നും തെറ്റാണെന്ന് പറയല്ല, ഇതൊക്കെ പക്ഷേ ആശാന്റെ കവിതയിലെ ഏതെങ്കിലും ചില സ്ഥാനങ്ങളെ മുൻനിർത്തിയുള്ള വിശദീകരണങ്ങളാണ്. ഇത് തെറ്റായതുകൊണ്ടല്ല, ഇത് മാത്രമല്ലാതായതുകൊണ്ടാണ് ആശാൻ തുടരുന്നത്. ഇത് മാത്രമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിൽ നമ്മുടെ വലിയ കവികളെ പലരെയും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വിശേഷണങ്ങളിൽ അവസാനിപ്പിക്കാൻ പറ്റും. കാരണം അതിനപ്പുറത്തേക്ക് ആ കവിത പോകുന്നുണ്ടാവില്ല. ആശാനെ നിങ്ങൾ കാൽപ്പനികൻ എന്ന് വിളിക്കുമ്പോഴായിരിക്കും ആശാന്റെ പദകോശം മുഴുവൻ സംസ്കൃതബദ്ധമായ നിയോ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നല്ലോ എന്ന് നാം തിരിച്ചറിയുകയും ഇതെന്ത് ചെയ്യും എന്ന ആലോചനയ്ക്ക് മുമ്പിൽ വൈരുദ്ധ്യവാദികളല്ലാത്തവർ സംഭ്രമിക്കുകയും ചെയ്യുന്നത്. വൈരുദ്ധ്യവാദികൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്ത് വായിച്ചാൽ അതിൻ്റെ ഉള്ളിൽ അതിനെതിരായ ചിലതും കൂടി ഉണ്ടാവും. കാപ്പനച്ചൻ പറയും, ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം മാത്രമല്ല, കാലത്തിൽ പൊടിഞ്ഞു പോകാവുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ പുസ്തകത്തിലും ഒരു പുസ്തകമുണ്ട്, പുസ്തകമല്ലാത്തതുമുണ്ട്. പുസ്തകമല്ലാത്തതിലേക്കുള്ള പുസ്തകത്തിന്റെ യാത്രയാണ് വാസ്തവത്തിൽ നാം കാണുന്ന ഒരു പുസ്തകം എന്ന് കാപ്പന എഴുതിയിട്ടുണ്ട്. ഈ വാക്യം ഉദ്ധരിച്ചിട്ട് അടുത്ത ദിവസം ട്രോള് വരും കേട്ടോ. പുസ്തകമല്ലാത്തതിലേക്കുള്ള പുസ്തകത്തിന്റെ യാത്രയാണ് പുസ്തകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രാധാന്യം തോന്നില്ലേ, അതാണ് കാപ്പനച്ചനോട് എഴുതുന്നത്. എന്തും അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിലീനമായ ഒന്നാണ് വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യങ്ങളെ സുനിശ്ചിത സ്ഥാനത്ത് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യവും യാഥാർത്ഥ്യത്തിന്റെ ആന്തരിക ചലനശേഷിയും തമ്മിൽ ഒരു അകലമുണ്ട്. ഈ അകലത്തെ കാണുന്ന കണ്ണാണ് ഒരാളെ കവിയാക്കി മാറ്റുന്നതോ ഒരാളെ സൂക്ഷ്മദൃക്കാക്കി മാറ്റുന്നതോ. ആശാൻ ആ സൂക്ഷ്മദൃഷ്ടിയുടെ
വലിയ ലോകങ്ങളിൽ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് ആശാന്റെ കവിതയെ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവൊന്നുമില്ല. ഇതാണ് ആശാൻ കവിതയുടെ അർത്ഥം എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ അർത്ഥം അതാണെന്ന് മാത്രമാണ്, കവിതയുടെ അർത്ഥം അതാണ്. അതുകൊണ്ട് ഞാൻ ആശാൻ കവിതയുടെ ആകത്തുകയെ കുറിച്ചൊന്നും പറയാൻ മുതിരാതെ ആശാൻ കവിതയിലെ ഒരു സവിശേഷ ഘടകത്തെ മാത്രം മുൻനിർത്തി ആശാനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഇത്തരം എത്രയെങ്കിലും ഘടകങ്ങൾ ആശാന്റെ കവിതയിലുണ്ട്. അവയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ 2000 പ്രബന്ധങ്ങളും 200 പുസ്തകങ്ങളും ഒക്കെ പുഞ്ചിരി ഹാ കുലീനമാ കള്ളം അതിങ്ങനെ ചില സന്ദർഭങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഓർക്കാവുന്നതാണ്. അപ്പോ സ്നേഹം എന്നത് ആശാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാവുന്ന അല്ലെങ്കിൽ ആളുകൾ ആവർത്തിച്ച് ക്ലീശയായി പോയൊരു പ്രയോഗമാണ് സ്നേഹഗായകൻ എന്ന്. പക്ഷേ ആശാനിലെ ആ ഘടകം ആശാനെ കുറിച്ചുള്ള മറ്റ് വിശേഷണങ്ങളെക്കാൾ വ്യാപ്തിയുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. അത് മറ്റ് വിശേഷണങ്ങളിലേക്ക് കടന്നു നിൽക്കാൻ കഴിയുന്ന ഒരു സങ്കല്പനപരമായ വലിപ്പം ആശാന്റെ സ്നേഹസങ്കല്പത്തിനുള്ളത് കൊണ്ടാണ്. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യർക്കിടയിൽ അന്യോന്യമായ ഇഷ്ടങ്ങളോ അനുരാഗം പോലുമോ ആയിട്ടല്ല ആശാൻ കാണുന്നത്. അത് നമ്മൾ ആശാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ്. ആശാന്റെ സ്നേഹം അങ്ങനെ ചെറിയൊരു കേസല്ല. ആശാന്റെ സ്നേഹം ആ സങ്കല്പത്തിന് ആകാവുന്നതിൻ്റെ പരമാവധി വലിപ്പത്തിലേക്ക് എത്തിയ ഒരു കാര്യമാണ്. ചുണ്ടാലപക്ഷിയിൽ ആശാൻ സ്നേഹത്തെക്കുറിച്ച് എഴുതുന്ന വരി ശ്രദ്ധിക്കണം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹം താൻ ജീവിതം, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം. ഇങ്ങനെ സ്നേഹം എന്നതിനെ രണ്ട് മനുഷ്യർക്കിടയിലെ ഏതോ തരത്തിലുള്ള ഒരു ആഭിമുഖ്യങ്ങൾ എന്നതിൽ നിന്ന് ഈ ലോകം പിറക്കുന്നത്, ലോകം വളരുന്നത്, ലോകത്തിന്റെ പരമശക്തി ആയി നിലക്കൊള്ളുന്നത്, നരകത്തിന്റെ ദ്വീപിൽ, നരകദ്വീപത്തിൽ സ്വർഗം പണിയുന്ന മഹിമയുണ്ട്. ഇങ്ങനെ സ്നേഹം എന്നതിനെ ആശാൻ, ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം, വ്യക്തിപരമായ പരസ്പരാഭിമുഖ്യങ്ങൾ എന്നതിൽ നിന്ന് സാമൂഹികവും പ്രാപഞ്ചികവുമായ അതിവിപുലമായ ഒരു മൂല്യത്തിലേക്ക്, ഒരു പേഴ്സണൽ റിലേഷൻ എന്നതിൽ നിന്ന് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കാറ്റഗറി എന്നതിലേക്ക് സ്നേഹത്തെ ആശാൻ മാറ്റിയിട്ടുണ്ട്. ഈ വ്യാപ്തിയാണ് ആശാന്റെ കവിതയിലെ സ്നേഹത്തിന്റെ വലിപ്പത്തിന് കാരണം. ഇപ്പൊ രണ്ട് വ്യക്തികൾക്കിടയിൽ സ്നേഹമുണ്ട്, എനിക്ക് ഞാൻ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ആശാന്റെ സ്നേഹം അങ്ങനെയല്ല. ഈ സ്നേഹം എന്ന വാക്കിനെ വാസ്തവത്തിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? ഇപ്പൊ റോബർട്ട് ഹെയ്ലി എന്ന് പറയുന്ന ഒരു ചിന്തകൻ സ്നേഹത്തെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. സ്നേഹം എന്ന സങ്കല്പത്തെ അദ്ദേഹം പറയുന്നത്, ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് ദ അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ വൺസ് ഓൺ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? Love is that condition in which happiness of the another person, മറ്റൊരാളുടെ ആനന്ദം എന്നത് എൻ്റെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് സ്നേഹം. അതുകൊണ്ട് ഈ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ആനന്ദത്തെ ലക്ഷ്യം വെക്കുന്നു. അയാളുടെ ആനന്ദത്തിൽ മാത്രമാണ് വാസ്തവത്തിൽ എൻ്റെ ആനന്ദം നിലനിൽക്കുള്ളൂ. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം കേട്ടോ. Love is that condition in which happiness of another person is essential for one's own. ഒരാളുടെ ആനന്ദത്തിൽ മറ്റൊരാളുടെ ആനന്ദം അനിവാര്യമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സ്നേഹം. ഈ സ്നേഹത്തെ മുൻനിർത്തി വാസ്തവത്തിൽ ഈ സങ്കല്പം പിന്നെ അംബേദ്കർ മൈത്രി എന്ന് പറയുമ്പോൾ പറയുന്നു.
മൈത്രിയിൽ ഈ സങ്കല്പമുണ്ട്. അംബേദ്കർ മൈത്രി എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുന്നതിന് ഒരു 30 കൊല്ലം മുമ്പ് കുമാരനാശാൻ മൈത്രിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചണ്ടാലഭിഷിക മൈത്രിയെ കുറിച്ച് ഒരു വരിയുണ്ട്. അമ്മതൻ നെഞ്ഞു നരമ്പിൽ തങ്ങി ചെമ്മയെ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി. മലപ്പാലിനെ ചോരയാക്കി മാറ്റുന്ന മൈത്രി ഒരനുഭവത്തെ, ഒരു വൈകാരികതയെ, ഒരു ശാരീരികതയെ അതിനപ്പുറമുള്ള അനുഭവത്തിന്റെ പുതിയ പ്രതലമാക്കി മാറ്റുന്ന ഒന്നായി മൈത്രിയെ അദ്ദേഹം കവിതയിൽ കാണുന്നുണ്ട്. അംബേദ്കർ പിന്നീട് വികസിപ്പിക്കുന്നു. ഈ സ്നേഹം എന്ന ഈ തത്വത്തെ മുൻനിർത്തി ആധുനികതയുടെ ഭരണകൂട രൂപത്തെയും വ്യക്തിസങ്കല്പത്തെയും ആഴത്തിൽ വിമർശിക്കുന്ന ഒരു സ്ഥാനം ഗാന്ധിയിലുണ്ട്. ഗാന്ധിയെ കുറിച്ച് അഖിൽ ബിൽഗ്രാമി എഴുതിയ പഠനത്തിൽ എന്താണ് ഗാന്ധി ആധുനികതയോട് പുലർത്തുന്ന വിമർശനത്തിന്റെ അടിസ്ഥാനം എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ബിൽഗ്രാമി പറയുന്നത് ഗാന്ധി സ്റ്റേറ്റിനെതിരാണ്, മോഡേൺ ഇൻഡിവിജ്വാലിറ്റിക്കും ഗാന്ധി എതിരാണ്. എന്തുകൊണ്ട് എതിരാണ്? ആ യുഗത്തിന്റെ ആധാരം എന്തെന്ന് വെച്ചാൽ ആധുനിക ഭരണകൂടത്തിന്റെ അടിസ്ഥാന യുക്തി മനുഷ്യർ സ്വാർത്ഥരാണ് എന്ന സങ്കല്പമാണ്. സെൽഫിഷ്. ഓരോ വ്യക്തിയും സ്വാർത്ഥത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ വ്യക്തികൾക്കും എതിരാണ്. ഓൾ അഗെയിൻസ്റ്റ് ഓൾ. ഞാൻ എൻ്റെ സ്വാർത്ഥത്തിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വാർത്ഥത്തിലും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം അന്യോന്യം പോരടിക്കുന്ന വിപരീത ശക്തികളായിരിക്കുന്നു. ഈ കയോട്ടിക്കായ സിറ്റുവേഷൻ, അരാജകമായ ഈ സ്ഥിതിയാണ് മനുഷ്യാവസ്ഥയിലുള്ളത്. ഇതിന് പരിഹാരമായിട്ടാണ് നമുക്കെല്ലാം മുകളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഉപരിശക്തിയെ നാം സങ്കല്പിക്കുകയും ആ ഉപരിശക്തിക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഉപരിശക്തിയാണ് സ്റ്റേറ്റ് ഭരണം. ആ സ്റ്റേറ്റ് എങ്ങനെയൊക്കെ ഓരോ വ്യക്തിയും പ്രവർത്തിക്കാം എന്നതിന് ചട്ടക്കൂടുണ്ടാക്കുന്നു. ആ ചട്ടക്കൂടിനുള്ളിൽ നാം ഒക്കെ ജീവിക്കുന്നു. ഇതാണ് റൂൾ ഓഫ് ദി ലോ, നിയമവാഴ്ച. ഗാന്ധി പറഞ്ഞത് അടിസ്ഥാനപരമായി മനുഷ്യവിരുദ്ധമാണ്. എന്തുകൊണ്ട്? മനുഷ്യരിൽ സ്വാർത്ഥമുണ്ടെന്നുള്ളത് ശരിയാണ്. എല്ലാ മനുഷ്യരിലും സ്വാർത്ഥമുണ്ട്. പക്ഷെ എല്ലാ മനുഷ്യരിലും പരിത്യാഗശേഷിയുണ്ട്. പരിത്യാഗം, സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ, അവരവരെ ഉപേക്ഷിക്കാനുള്ള ശേഷി, മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ശേഷി, അത് മനുഷ്യരിൽ സഹജമായിട്ടുണ്ട്. ആ മാനുഷിക ശേഷിയുടെ 2 ആവിഷ്കാരങ്ങളായിട്ട് ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് സ്നേഹവും മറ്റൊന്ന് വാത്സല്യവുമാണ്. സ്നേഹത്തിൽ ഈ ഹെല്ലിന്റെ നിർവചനത്തിൽ പറയുന്നത് പോലെ മറ്റൊരാളുടെ ആഹ്ലാദം നിങ്ങളുടെ ആഹ്ലാദത്തിന് അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സ്നേഹത്തിന്റെ പ്രീ കണ്ടീഷൻ. മറ്റൊരാളുടെ ശത്രുതയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പിന്നെ അവിടെ സ്നേഹമില്ല. ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ. ദാറ്റ് മീൻസ് സ്നേഹം എന്നത് സെൽഫിൽ നിന്ന് അതറിലേക്കുള്ള ഒരു കടന്നുനിൽക്കലാണ്. അവരുടെ ആനന്ദം ഇല്ലാതെ നിങ്ങൾക്ക് സ്വയം ആനന്ദിക്കാൻ കഴിയും. ഇത് സ്നേഹത്തിന്റെ വളരെ സവിശേഷം. ഇത് മനുഷ്യരിലുണ്ട്. വാത്സല്യം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുലപ്പാലിനെ ചോരയാക്കുന്ന ഒരനുഭവമാണ്. ഇങ്ങനെ മനുഷ്യരിൽ പരിത്യാഗത്തിന്റെ എത്രയെത്ര തലങ്ങളുണ്ട്. ആർക്കോ വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്ന രക്തസാക്ഷികൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി തന്റെ ജീവിതം എരിച്ചു തീർക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, അന്യജീവനുപരി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ആ വിവേകം യേശുക്രിസ്തുവിന് മാത്രമൊന്നുമല്ല, ബുദ്ധന് മാത്രമൊന്നുമല്ല, നാട്ടിലെ സാധാരണക്കാരായ ചായക്കടക്കാർക്കോ ചുമട്ടുതൊഴിലാളികൾക്കോ ഒക്കെ ഈ വിവേകമുണ്ട്. അല്ലാതെ ഈ വിവേകമൊക്കെ ഏതോ വിശുദ്ധ പുരുഷന്മാർക്കും നമ്മളെല്ലാം കോമാളികളും ക്രൂരന്മാരും ഒന്നുമല്ല. നമ്മിലൊക്കെ ഉണ്ട് ഈ വിവേകം. നമ്മിലൊക്കെ ഉണ്ട് ഈ അപരോന്മുഖത്വം. അതൊരു സാധ്യതയാണ്. അതായത് മനുഷ്യൻ പിളർന്നു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഭാഗത്ത് തന്നിലേക്ക്, ഒരു ഭാഗത്ത് താനല്ലാത്തതിലേക്ക്. തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കുള്ള തുറസിന്റെ പേരാണ് സ്നേഹവാത്സല്യങ്ങൾ. തന്നിൽ നിന്ന് തന്നേക്ക് തന്നെ ഉള്ള തിരിയലിന്റെ പേരാണ് സെൽഫിഷ്നെസ്, സ്വാർത്ഥം. ഇത് 2 മനുഷ്യരിലുണ്ട്. ഗാന്ധിയുടെ ചോദ്യം ഇത് 2 മനുഷ്യരിലുണ്ട് എന്നിരിക്കെ ആ നിർവചനത്തിന്റെ മുകളിലാണ് മോഡേൺ ഇൻഡിവിജ്വലിസം നിലനിൽക്കുന്നത്. ആ നിർവചനത്തിന്റെ മുകളിലാണ് മോഡേൺ സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. ഇത് മനുഷ്യവിരുദ്ധമാണ്. ഈ മനുഷ്യവിരുദ്ധതയ്ക്കെതിരെ മനുഷ്യനിലുള്ള സഹജശേഷിയാണ്
സ്നേഹം എന്നത്. ആ സ്നേഹത്തെയാണ് വാസ്തവത്തിൽ ആശാൻ തൻ്റെ കവിതയുടെ അടിസ്ഥാനപരമായ ഒരു മൂല്യമാക്കി മാറ്റിയത്. ആ മൂല്യത്തിൽ വേരാഴ്ത്തി നിന്നാണ് വീണപൂവ് മുതല് കരുണ വരെയുള്ള കവിതകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളം കണ്ട എക്കാലത്തെയും വലിയ ആധുനിക കവികളിൽ ഒരാളായിട്ട് ആശാൻ മാറിയത്. കാരണം ആധുനികതയുടെ ഹൃദയതത്വം എന്ന് പറയുന്നത് മാനുഷികമായ സമത്വത്തെയും സാഹോദര്യത്തെയും ഉറപ്പിക്കുക. വീണപൂവ് പറയും, ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീണപൂവിൽ ഈ വാക്കുണ്ട്, ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ ചമച്ചതു നമ്മയെല്ലാം. അവസാനം എത്തുമ്പോ 1923 ചണ്ടാല ഭിക്ഷുകിയിൽ ആശാൻ എഴുതും, എല്ലാ കൃമികളും പോലെ ജനിച്ചില്ലാതാം മർത്യരെയെല്ലാം കല്യമാം കർമ്മനിയതി കരപല്ലവൻ താൻ ചെയ്തതല്ലേ. എല്ലാ കൃമികളും ജനിച്ചില്ലാതാകും, നമ്മളും അങ്ങനെയാണ്. എന്നെ തുടർന്നെഴും പൂർവ പുണ്യജന്മ പരമ്പരയിലെ കണ്ണി ഓരോന്നിലും പിന്നിലെ കണ്ണി ഓരോന്നിൽ ഞാൻ എന്നെ തന്നെ കാണുന്നു എന്നാശാനോട് എഴുതുന്നു. ഖസാക്കില് 2 ജീവബന്ധുക്കൾ നടക്കാൻ ഇറങ്ങുന്നു. അതിനൊക്കെ മുമ്പ് ആശാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആശാൻ എഴുതിയ വരി ഓർക്കേണ്ടതാണ്. എന്നെ തുടർന്നെഴും നീണ്ട ജന്മ പൊന്നോമൽ ചങ്ങല തൻ്റെ പിന്നിലെ കണ്ണിയോരോന്നിൽ പൊങ്ങി മിന്നി എന്നെ തന്നെ കാണുന്നു. അതുകൊണ്ട് ഈ ജന്തുജാലങ്ങളുടെ അവിരാമമായ പരമ്പരയിൽ ഓരോ സ്ഥാനത്തും വാസ്തവത്തിൽ ഞാനുണ്ട്. സാഹോദര്യം പോരാ, മൈത്രി വേണം എന്ന് പറയുന്ന സമയത്ത് അംബേദ്കർ പറഞ്ഞൊരു കാര്യം, സാഹോദര്യത്തിൻ്റെ പരിമിതി എന്താണ്? അത് മാനുഷികം മാത്രമാണ്, മൈത്രി പ്രാപഞ്ചികം. ആ പ്രാപഞ്ചികതയിലേക്കുള്ള മനുഷ്യന്റെ ഉന്മുഖത്വത്തെയാണ് മൈത്രി സൂചിപ്പിക്കുന്നത്. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ, ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാസ്കുലിൻ. ഈ മാസ്കുലിനിറ്റി അല്ല, ഈ ബ്രദർഹുഡ് അല്ല, ഈ ഫ്രറ്റേണിറ്റി അല്ല, അതിനപ്പുറം മൈത്രിയാണ്. ഈ മൈത്രിയെ കുറിച്ചാണ് ആശാൻ കവിതകൾ എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആശാന്റെ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്കിടയിൽ ആ വാക്കിന് സംഭവിച്ച അർത്ഥശോഷണത്തിന്റെ അതിരിലല്ല, മറിച്ച് ആ വാക്കിനെ വികസിപ്പിച്ച് വ്യക്തിപരമായ വൈകാരിക ആഭിമുഖ്യങ്ങൾ എന്നതു മുതൽ പ്രപഞ്ചത്തെ ആകമാനം പുനഃസംവിധാനം ചെയ്യാൻ കഴിയുന്ന ഭവപരമായ ഓണ്ടോളജിക്കലായ ഒരു പുതിയ അടിസ്ഥാനം മനുഷ്യന് നൽകുന്നതാണ് ആശാന്റെ സ്നേഹം. ഈ സ്നേഹമാണ് ആശാന്റെ വിപ്ലവബോധത്തെയും ആശാനിലെ ജാതിവിരുദ്ധതയെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൺസെപ്ച്വൽ ഫ്രെയിമായി, സങ്കല്പനപരമായ ഒരു ചട്ടക്കൂടായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആശാന് നൽകപ്പെട്ട മറ്റ് വിശേഷണങ്ങളെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ആ വിശേഷണങ്ങളിലേക്ക് കൂടി കടന്നു നിൽക്കാൻ, ആ വിശേഷണങ്ങളെ കൂടി ഉൾക്കൊണ്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരു സങ്കല്പന രാശിയായിട്ട് നിങ്ങൾക്ക് ആശാന്റെ സ്നേഹഭാവനയെ കാണാം. അതുകൊണ്ട് സ്നേഹഗായകത്വം എന്നത് ഒരു പക്ഷേ ആശാന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്നായിട്ട് കരുതുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഓരോ കവിതയും എടുത്ത് ഇത് വിശദീകരിക്കണം, പക്ഷെ നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുള്ളത്, മരിച്ചാലും മരിച്ചില്ലെങ്കിൽ 5 മണിക്ക് ശവം കൊടുക്കും. അതുപോലെ നമുക്കിത് 1 മണിയോടെ അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഇനിയുള്ള അരമണിക്കൂർ കൊണ്ട് ഞാൻ ഈ ആശാന്റെ കവിതയിലെ സ്നേഹം എങ്ങനെയാണ് ആധുനികമായ ഒരു മൂല്യവ്യവസ്ഥയുടെ ആധാര തത്വമായി മാറുന്നത്, അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ കാറ്റഗറി ആയി തീരുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കും. ഞാൻ ഇങ്ങനെ പറയുന്നതിന് അർത്ഥം ആശാനിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ. ഞാൻ കവിതയെക്കുറിച്ചും കലയെക്കുറിച്ചും എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കലയിലെയും സാഹിത്യത്തിലെയും വൈരുദ്ധ്യങ്ങളെ പേടിക്കരുത്. നിങ്ങൾ കലയിലെയും സാഹിത്യത്തിലെയും ഒക്കെ വൈരുദ്ധ്യങ്ങളെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് കല മനസ്സിലാവുകയില്ല, സാഹിത്യം മനസ്സിലാവുകയില്ല. സാഹിത്യം ആശയ പ്രസ്താവനയല്ല, സാഹിത്യം ആശയങ്ങൾക്കുള്ളിലെ വൈരുദ്ധ്യങ്ങളിലേക്കുള്ള ഒരു കടന്നുവയ്പ്പാണ്. ഞാൻ കൗതുകമുള്ളൊരു ഉദാഹരണം പറയാം. 19-ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന ലസാലെ ഒരു നാടകം എഴുതി. ആ നാടകം എഴുതിയിട്ട് ലസാലെ മാർക്സിനും എംഗൽസിനെ അയച്ചു കൊടുത്തു. മാർക്സ് എംഗൽസ് ഈ നാടകം എല്ലാം വായിച്ചു നോക്കിയിട്ട്
രണ്ടുപേരും ലസാലിന് ദീർഘമായ കത്തുകൾ എഴുതി. ഏതാണ്ട് 1 മാസത്തെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും കത്തെഴുതുന്നത്. പക്ഷേ ലസാൽ ഇവർക്ക് നാടകം അയച്ചു കൊടുത്തിട്ടുണ്ടെന്നോ രണ്ടുപേരും അതിന് മറുപടി അയക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. മാർക്സ് മറുപടി എഴുതുന്ന കാര്യം എംഗൽസിന് അറിഞ്ഞൂടാ, എംഗൽസ് മറുപടി എഴുതുന്ന കാര്യം മാർക്സിന് അറിഞ്ഞൂടാ. അവരെഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് തമ്മിൽ മനസ്സിലായിട്ടുമില്ല. അവരെല്ലാം വെച്ച് 1930കളിലാണ് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കത്തുകൾ പുസ്തക രൂപത്തിൽ വന്നപ്പോഴാണ് ഒരേ കൃതിയെക്കുറിച്ച് ഏതാണ്ട് 1 മാസ വ്യത്യാസത്തിൽ തമ്മിൽ അറിയാതെ രണ്ടുപേരും ദീർഘമായ കത്തുകൾ എഴുതിയിട്ടുണ്ട്. എംഗൽസിൻ്റെ കുറച്ചുകൂടി വലിയ കത്താണ്. ആ കത്തിൽ എംഗൽസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, മാർക്സും പറയുന്ന ഒരു കാര്യം, ഷില്ലർക്ക് വേണ്ടി ഷേക്സ്പിയറെ കൈവിടരുത് എന്നാണ്. അവരുപയോഗിക്കുന്നൊരു പ്രയോഗമാണ്. ഷില്ലർ ജർമ്മൻ ഐഡിയലിസത്തിനകത്ത് താരതമ്യേന ആദർശവാദപരമായ നിലപാടെടുത്തുകൊണ്ട് ഉയർന്നു വന്നൊരു ചിന്തകനാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഏതാണ്ടൊക്കെ ഐഡിയലിസ്റ്റിക് ആയിട്ട് സിദ്ധാന്തഭദ്രമായിട്ട് വിശദീകരിക്കുന്ന ഒരാളാണ് ഷില്ലർ. ലസാലിന്റെ തകരാറായിട്ട് എംഗൽസ് പറഞ്ഞത് ഷില്ലർക്ക് വേണ്ടി ഷേക്സ്പിയറെ വിട്ടുകളഞ്ഞു. മാർക്സ് ഉപയോഗിച്ച പ്രയോഗം എന്താണെന്നറിയോ? യു ഹാവ് ടു മെയിൻറ്റെയിൻ ഷേക്സ്പീരിയൻ റിയലിസം എന്നാണ്. ആ പ്രയോഗം മാർക്സ് മാത്രമേ നടത്തുന്നുള്ളൂ. ഷേക്സ്പീരിയൻ റിയലിസം. എന്താണ് ഷേക്സ്പിയറിന്റെ റിയലിസം? അത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചില തത്വങ്ങളെ സമ്മപ്പിയതല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് തുറന്നു നിൽക്കലാണ്. ഇതിന് പകരം യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള സൂക്ഷ്മവും സുനിശ്ചിതവുമായ ചില വിശദീകരണങ്ങൾ പോലെയായി മാറുന്നു എന്നതാണ് ഷില്ലറുടെ പ്രശ്നം. അതുകൊണ്ട് ഷില്ലറുടെ ഐഡിയലിസത്തിന് വേണ്ടി നിങ്ങൾ ഷേക്സ്പിയറുടെ റിയലിസത്തെ വിടരുത് എന്ന് എംഗൽസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്താ പറയുക, ആശയം ഭദ്രമാകാൻ വേണ്ടി യാഥാർത്ഥ്യത്തെ ചവിട്ടിക്കൂട്ടരുത്, ഒളിച്ചു വയ്ക്കരുത്. യാഥാർത്ഥ്യത്തിലേക്ക് തുറന്നു കിടക്കണം. അങ്ങനെ തുറന്നു കിടക്കാനുള്ള ഒരു സാധ്യതയുടെ പേരാണ് കല. കല മനുഷ്യനെ മോചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കലയും തത്വചിന്തയും പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രത്യയശാസ്ത്രം വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളഞ്ഞിട്ട് സുനിശ്ചിതമായ തത്വപ്രസ്താവനകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ യാഥാർത്ഥ്യത്തിലെ വൈരുദ്ധ്യങ്ങളെ നമുക്ക് മുമ്പിൽ തുറക്കുന്നു എന്നുള്ളതാണ് കല ചെയ്യുന്നത്. അതുകൊണ്ട് കല എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്, അൽത്തൂസറൊക്കെ പറയുന്നുണ്ട് സാഹിത്യം കല പ്രത്യയശാസ്ത്രം അല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് ഇതിനപ്പുറത്തേക്ക് പോകും. അല്ലാതെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമല്ല, ഫൈനാലിറ്റി അല്ല. ഒരുപക്ഷെ 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള ജോൺ ബർജർ, അദ്ദേഹം കലയെക്കുറിച്ച് എഴുതുമ്പോൾ മനോഹരമായ ഒരു വാക്യം ഇങ്ങനെ എഴുതുന്നുണ്ട്. എപ്പോഴാണ് കല ഓഥന്റിക് ആവുന്നത്? ഓഥന്റിസിറ്റി ഓഫ് ദ ആർട്ട് എങ്ങനെ കൈവരുന്നു? അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു നിരീക്ഷണമാണ്. ഓഥന്റിസിറ്റി അറൈസസ് ഫ്രം എ സിമ്പിൾ കമ്മിറ്റ്മെന്റ്, എ കമ്മിറ്റ്മെന്റ് ടു ദ ആംബിഗ്വിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ്. ആധികാരികത വരുന്നത് ഒരു ലളിതമായ പ്രതിബദ്ധതയിൽ നിന്നാണ്. എന്തിനോടുള്ള പ്രതിബദ്ധത? ആംബിഗ്വിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ്, അനുഭവത്തിലെ സന്നിഗ്ധത, അനുഭവത്തിലെ വൈരുദ്ധ്യങ്ങൾ, അനുഭവത്തിലെ ശൈഥില്യങ്ങൾ. ആ ശൈഥില്യങ്ങളെ മറച്ചു വെച്ച് സുനിശ്ചിതമായ തത്വപ്രസ്താവനകളെ ആവിഷ്കരിക്കലല്ല കലയുടെ പണി. അത് കലയുടെ ആധികാരികതയുടെ തെളിവല്ല. ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ആംബിഗ്വിറ്റീസ്. ആംബിഗ്വിറ്റിയെ നിങ്ങൾ എത്ര ചരിത്രവൽക്കരിക്കുന്നു, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആംബിഗ്വിറ്റീസ് വലിയ എഴുത്തിലുണ്ടാവും. ആശാന്റെ നിശ്ചയമായിട്ടുണ്ട്. വെലോപ്പിള്ളിയാണെങ്കിൽ തൊട്ട് വയ്ക്കും. ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ മറുവാക്കായിട്ട് ആ വാക്ക് തന്നെ കാണും. അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? മലതിറക്കില്ല. അച്ഛനും മകനും മലതിറങ്ങു വരുന്നു. അടുത്തടുത്തെത്തുമ്പോ മകൻ വിളിച്ചു ചോദിക്കും, അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? അപ്പനെ എനിക്ക് അസലായി കേൾക്കാം. മോൻ അച്ഛനെ വിളിക്കുന്നു അപ്പനാണ്, അപ്പൻ മോനെ വിളിക്കുന്നു അപ്പനാണ്. എല്ലാ അപ്പനും അപ്പനല്ലാന്ന് എഴുതിയാലും. ബസ് വന്നുപോയി ദൂരാലിരമ്പം കേൾപ്പു, വേഷം വിസ്തരിച്ചത് പോരും അമ്പലത്തിലേക്കല്ലേ, പിന്നെയും ചന്തം ചാർത്തി തങ്ങി നീ ഭദ്രേ, ബസ് വന്നു പോയി സവിഷാദം നിന്നു നാം ആലിഞ്ചോട്ടി. ബസ് വരുമ്പോ ബസ് വന്നുപോയി, ബസ് പോകുമ്പോഴും ബസ് വന്നുപോയി. ഒന്നിൽ തന്നെ അതിന്റെ മറുപുറമുണ്ട്. വെലുപ്പള്ളിയിൽ എത്ര വേണമെങ്കിലും കാണാം. ഇത് വെലുപ്പള്ളി ചർച്ച അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാനില്ല. അല്ലെങ്കിൽ വിജയമാഷ് കൊണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പ്രസംഗിച്ച ഒരു കഥയുണ്ട്. പറഞ്ഞു കേട്ടതാണ്. ഫ്രോയിഡിനെ കുറിച്ച് പ്രസംഗിക്കാൻ വിജയമാഷെ വിളിച്ചു. അപ്പൊ പ്രസംഗം തുടങ്ങി 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ എങ്ങനെയോ വെലുപ്പള്ളി വന്ന് കയറി.
പിന്നെ ഫ്രോയിഡ് വന്നിട്ടേ ഇല്ല. പിന്നെ പ്രസംഗം 1.5 മണിക്കൂർ വൈലോപ്പിള്ളിയായി, ഫ്രോയിഡ് എവിടെയോ പോയി എന്ന് ആ പ്രസംഗം കേട്ടവർ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വിശ്വദർശന പരമ്പരയായിട്ട് ഇറക്കിയൊരു പുസ്തകം ഉണ്ടല്ലോ പണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇറക്കിയത്. അതിൽ ഫ്രോയിഡിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് മാഷ്ടായിരുന്നു, പക്ഷെ ആ പ്രസംഗം വൈലോപ്പിള്ളിയായിട്ട് അത് പിന്നെ വൈലോപ്പിള്ളിയായിട്ട് തിരിച്ചു വന്നു എന്നതുപോലെ നമ്മൾ എഴുതിട്ട് അധികം പോകണ്ട. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം വരുന്നില്ല. ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ വലിയ എഴുത്തുകളിലൊക്കെ ഉള്ള ഈ പ്രശ്നം ആശാനിലും ഉണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇപ്പൊ അംബേദ്കർ പല പൊസിഷൻസ് മാറി മാറി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. മഹത് സത്യാഗ്രഹം, മനുസ്മൃതി കത്തിക്കല്, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, വൈസ്രോയി കൗൺസിൽ മെമ്പർഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, നിയമമന്ത്രി, ബുദ്ധമത പ്രചാരകൻ, എന്തെല്ലാം പൊസിഷൻസിലൂടെ അദ്ദേഹം പോകുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലെല്ലാം അന്തർധാരയായിട്ട് അനിഹിലേഷൻ ഓഫ് ദ കാസ്റ്റ് എന്നൊരു തത്വം നമുക്ക് കാണാൻ പറ്റും. എന്നതുപോലെ ആശാനെ സംബന്ധിച്ച് ആശാന്റെ ഊന്നലുകളോ അല്ലെങ്കിൽ കാവ്യ ആവിഷ്കാരങ്ങളോ മാറി വരുമ്പോഴും സ്നേഹം എന്നൊരടിസ്ഥാന ഭാവം തുടരുന്നുണ്ട്. ഞാൻ 4 ജീവിത സ്ഥാനങ്ങളെ 4 കാവ്യ സന്ദർഭങ്ങളെ എടുത്തിട്ട് അതൊന്ന് വിശദീകരിക്കാൻ കൂടി മാത്രമേ മുതിരുന്നുള്ളൂ. അതിലൊന്ന് നിശ്ചയമായിട്ടും വീണ പോവാൻ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, സ്നേഹം എന്നത് അതുകൊണ്ട് ഒരു ആധുനിക മൂല്യം കൂടിയാണ് ആശാനി. അതെന്താന്ന് വെച്ചാൽ 2 വ്യക്തികൾക്കിടയിലുള്ള പരസ്പരാഭിമുഖ്യമോ ജന്തുക്കൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള ജീവശാസ്ത്രപരമായ ഒരു പങ്കുവയ്ക്കലോ സ്നേഹവായ്പോ മാത്രമായിട്ടല്ല, അതിനപ്പുറമുള്ളൊരു വിശാല മാനം ആശാന്റെ സ്നേഹഭാവനയ്ക്കുണ്ട്. മാഷ് കുമാരനാശാനെ കുറിച്ച് എഴുതുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ല, എഴുതുമ്പോഴല്ല പറയുമ്പോൾ എപ്പോഴും പറയും കേരളത്തിൽ പ്രണയം കണ്ടുപിടിച്ചത് കുമാരനാശാൻ. അതിലൊരു ശരിയുണ്ട്. കാരണം ഇപ്പൊ ലീല തുടങ്ങുമ്പോൾ പ്രണയപരവശേ ശുഭം എന്നാണ് തുടങ്ങുന്നത്. മലയാളി പ്രണയം എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല ആ കാലത്ത്. പക്ഷെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അരുന്തോഴി ഉലകിൽ മറയുന്നില്ല. ലീല അവസാനിക്കുന്ന വഴി നോക്കിയാൽ ഈ പ്രണയമാണ്. അരുന്തോഴി ഉലകിൽ മറയുന്നില്ല, മാംസം വെടിഞ്ഞാൽ തീരുന്നില്ലീ പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം പോകില്ല. എന്തുകൊണ്ട്? പ്രണയജടിലം ദേഹി. ആത്മാവിന്റെ ഗുണം എന്താണെന്നറിയോ? അത് ബ്രഹ്മത്തിന്റെ അംശമാണെന്നൊന്നുമല്ല. പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം. നോക്കൂ, വേദാന്തമൊക്കെ ആത്മാവിന് അനശ്വരമായ ഒരു ബ്രഹ്മചൈതന്യത്തിന്റെ കേവലാവിഷ്കാരങ്ങൾ ഭാഗികാംശങ്ങളായിട്ട് കാണുമ്പോൾ പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം എന്നാണ് ആശാൻ കാണുന്നത്. അങ്ങനെ ആശാനിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് അതിപ്രബലമായ ഒരു എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി ആയിട്ട് വികസിച്ചു വരുന്നത് ആശാന്റെ കവിതയിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പൊ വീണപൂവില് ഞാൻ ഓരോ സ്ഥാനങ്ങളെടുത്ത് മാത്രം പറയാം. വീണപൂവില് ആശാൻ പൂവിന്റെ ഭംഗിയെ കുറിച്ച് പറയുന്നു. വീണപൂവ് തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം, മലയാളത്തിലെ അത്യസാധാരണമായ ഒരു ആരംഭസ്ഥാനമാണ്. ഹാ പുഷ്പമേ. ഒരു പൂവ് നടക്കുന്ന കണ്ടിട്ട് ഒരു വ്യാക്ഷേപകത്തിൽ ജീവിതത്തിന്റെ ആകമാനമുള്ള നിരർത്ഥകതയിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു ശബ്ദം വരുന്നു, ഹാ പുഷ്പമേ എന്ന് പറയുന്നു. അതൊരു ചെറിയ തുടക്കമല്ല. കാരണം അതുവരെയുള്ള നിങ്ങളുടെ ഭാഷാരൂപങ്ങൾ ഒന്നുകൊണ്ടും ഈ ക്ഷണികതയെ, ഈ നശ്വരതയെ, ജീവിതമെന്ന ഒരു മഹാവ്യാധിയെ അഭിമുഖീകരിക്കാൻ പറ്റില്ല എന്ന ഒരു തോന്നൽ, അതിൽ നിന്ന് പുതിയൊരു വാക്ക് പറക്കുകയാണ്, പുതിയൊരു ആവിഷ്കാര ക്രമം വരികയാണ്. ലോകം മാറുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ? ലോകം മാറുന്നു എന്നുള്ളതിന്റെ തെളിവ് ഭാഷയുടെ ഘടന മാറുന്നു. ഭാഷയുടെ ഘടന മാറുന്ന, അനുഭവത്തിന്റെ ഘടന മാറി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ബഷീർ വേറെ ഭാഷയിൽ എഴുതുന്നു, വിജയം വേറെ ഭാഷയിൽ എഴുതുന്നു, വിക്കയം വേറെ ഭാഷയിൽ എഴുതുന്നു. പറഞ്ഞ അതേ ഭാഷയിൽ പറയുമ്പോൾ നിങ്ങൾ ഘടനയെ ആവർത്തിക്കും, പറഞ്ഞ ഭാഷയ്ക്കെതിരെ നിന്ന്. ആശാനില് വീണപൂ മുതൽ ഈ ഭാഷ മാറി വരും. അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നറിയാം, ഈ വൃത്തം ഒപ്പിച്ച് എഴുതാൻ അറിയാത്തതുകൊണ്ട് ഗ്യാപ്പ് വരുമ്പോ ഹാ അഹ ഹന്ത ഐ എന്നൊക്കെ എഴുതുകയാണ്, അല്ലാതെ ഇത് വേറൊന്നുമല്ല എന്നാണ് പറയുന്നത്. അതിൽ കുറ്റമൊന്നും പറയാനല്ല, അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരാളെ പറയുമ്പോൾ അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ എന്ന് കരുതുക, അല്ലാതെ അതിലൊരു ദോഷം കാണുന്നില്ല. അവരവർക്ക് മനസ്സിലാവണതല്ലേ അവരൊരു പറയുള്ളൂ. വിജയമാഷെ കുറിച്ച് തന്നെ പറയാം. മാഷ എനിക്ക് പറയുന്നുണ്ട്, ബഷീർ ഈ കല്ലുവത്തുകാരി സ്ത്രീകളെ ഇന്റർവ്യൂ ചെയ്തോട്ടെ, തിരുവനന്തപുരത്ത് നടക്കുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് മാനം കാക്കുന്നത്? കേരളമാണല്ലോ, തിരുവനന്തപുരത്ത് കിടന്നുറങ്ങാണ്, എങ്ങനെ മാനം കാക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോ ഒരു സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ബഷീർ എഴുതുന്നത് വിജയമാഷ് എഴുതിയൊരു വരിയാണ്. അവളപ്പോ പാവാട ഉയർത്തി കാണിച്ചു. അപ്പൊ
പാട് ഉയർത്തി കാണിച്ചപ്പോ എന്ന് വെച്ചാൽ തൊടയില് ചരടില് ഒരു കഠാര കെട്ടി സൂക്ഷിച്ച. പിന്നെ വിജയമാഷ് എഴുതിയ വരി, ഈ അവൾ പാവാട പൊക്കി കാണിച്ചു എന്നിടത്ത് വായന നിർത്തുകയും പിന്നെ ആലോചിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരാളെയാണ് അശ്ലീല വായനക്കാരൻ എന്ന് പറയുന്നത്. എങ്ങനെ വായിക്കാം? അവിടെ വെച്ച് വായന നിർത്താം. അതുകൊണ്ട് അവനവനെ കൊണ്ട് പറ്റുന്നത് വായിക്കുന്നു. പക്ഷേ ആ പുഷ്പമേന്ന് തുടങ്ങുന്നു. ആ പൂവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആ കവിതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പൂവ് എങ്ങനെയുള്ള പൂവാണ്. ആ പൂവ് ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാനമഴകുള്ളവയെങ്കിലും നീ ജാതാനുരാഗം ഒരുവന്റെ മിഴിക്കു വേദ്യമേതോ വിശേഷ സുഭഗത്വവുമാർന്നിരിക്കാം. ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ, നിന്നെ പോലെ തന്നെ പിറന്ന നിന്റെ അത്ര തന്നെ സൗന്ദര്യമുള്ള പൂക്കൾ എത്രയെങ്കിലും ഉണ്ടെങ്കിലും ജാതാനുരാഗം ഒരുവന്റെ മിഴിക്കു വേദ്യം ഏതോ വിശേഷ സുഭഗത്വം, അനുരാഗിയായ ഒരാളുടെ കണ്ണിൽ മാത്രം തെളിയുന്ന വിശേഷ ഭംഗി നിനക്കുണ്ടായി. ഇത് പുതിയ മനുഷ്യൻ പറക്കുക. എല്ലാവരും നോക്കിയാൽ കാണുന്ന ഒരു പൊതുക്കാഴ്ചയിൽ നിന്ന്, ശാരീരികമായ ഒരു വസ്തുഗുണം എന്നതിൽ നിന്ന് ആന്തരികതയുടെ ഒരു അനുഭവ മൂല്യമായി സൗന്ദര്യം മാറുന്ന ആദ്യത്തെ സന്ദർഭമാണ് മലയാളത്തിൽ. അതിനുശേഷവും എത്രയോ കാലം പൊതുക്കാഴ്ചയായിട്ട് സൗന്ദര്യം തുടർന്നു അല്ലേ? വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാം എണ്ണതേച്ചരയിൽ ഒറ്റമുണ്ടുമായി ഉല്ലസിക്കുന്ന ആ നതാങ്കി മുക്കണ്ണനേക്ക് മികക്കൊരു ഉത്സവം. പ്രതിഭൻ പറയായിരുന്നത് മുക്കണ്ണൊന്നും വേണ്ട, അരക്കണ്ണായാൽ പോലും ഉത്സവം തന്നെയാണ് പറയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജാതാനുരാഗം ഒരുവന്റെ മിഴിക്ക് വേദ്യം. അതായത് എല്ലാവരും കാണുന്ന എന്താ ഈ സൗന്ദര്യം? സൗന്ദര്യം ഒരു ആന്തരിക ഗുണമാണ്. വസ്തുവിൽ നിന്ന് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാൻ പറയില്ല. ആധുനികത വ്യക്തികൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികത വ്യക്തികളെ ആന്തരികതയുള്ളവരാക്കി മാറ്റി. ഇന്റേണാലിറ്റി, തന്നിൽ തന്നെ സവിശേഷതയുള്ള അനന്യതയുള്ള, താനൊറ്റക്കൊരാളാണ് എന്ന് ഒരു മനുഷ്യനും മറ്റെല്ലാവരും അന്യോന്യം കരുതുന്ന ഒരു ജീവിത സന്ദർഭത്തിന്റെ പേരാണ് ആധുനികത. ലളിതമായൊരു വാക്കിൽ സംഗ്രഹിച്ചു പറഞ്ഞാൽ ആധുനികനായ മനുഷ്യൻ പറ്റത്തിലൊരാളല്ല, ആധുനികനായ മനുഷ്യൻ ഒറ്റയ്ക്കൊരാളാണ്. പറ്റത്തിലൊരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാൾ എന്നതിലേക്കുള്ള മനുഷ്യാവസ്ഥയുടെ സ്ഥാനാന്തരണത്തിന്റെ പേരാണ് ആധുനികത. ആ വ്യക്തിയെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് വിളിക്കുന്നത്. ആ മനുഷ്യനാണ്. അതിനുമുമ്പ് പറ്റാം. അതുകൊണ്ട് എല്ലാവർക്കും പൊതുബോധം. അതിൽ നിന്ന് ഞാൻ മാത്രം, നീ മാത്രം, വേറെ എവിടെയും ഇല്ല. ആവർത്തിക്കാനേ കഴിയാത്ത അനന്യതയുടെ സ്ഥാനങ്ങളായി ഓരോ വ്യക്തിയും മാറുന്നു. ഇങ്ങനെ ആവർത്തിക്കാൻ കഴിയാത്ത അനന്യതയുടെ ആകാരങ്ങളായിട്ട് ഓരോ വ്യക്തിയും മാറിത്തീരുന്ന, ഓരോ മനുഷ്യനും മാറിത്തീരുന്ന ജീവിത സന്ദർഭത്തിൽ ഞാൻ നിന്നിൽ കാണുന്ന സൗന്ദര്യം എനിക്ക് മാത്രം. ജാതാനുരാഗം ഒരുവന്റെ മിഴി. എന്താണ് പ്രണയം? പ്രണയം രണ്ടാൾ തമ്മിലുള്ള വെറും ഇഷ്ടമല്ല, നീ എന്ന അനന്യതയും ഞാൻ എന്ന അനന്യതയും. ഈ രണ്ട് അനന്യതകൾക്കിടയിലുള്ള തീർത്തും അനന്യമായൊരു ബന്ധം, അതാണ് പ്രണയം. അതിനെ ആവർത്തിക്കാൻ പറ്റില്ല. വേറൊരാളെ പ്രേമിക്കാം, പക്ഷെ പ്രേമം വേറെ ആയിരിക്കും. വേറൊരാളെ പ്രേമിക്കാം, പ്രണയം പക്ഷെ വേറെ ആയിരിക്കും. ഇതല്ല, അനുഭവഘടന ഓരോന്നിലും അനന്യമായിരിക്കും. ഇങ്ങനെ ആധുനികമായൊരു വ്യക്തിസ്വത്വത്തിന്റെ സംസ്ഥാപന സന്ദർഭമായി ആശാൻ സ്നേഹത്തെ കാണും. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് വെറുതെ ഒരു അനുഭവമല്ല, ഒരു പുതിയ മനുഷ്യൻ പിറക്കുക. ആ വ്യക്തി അയാൾ മാത്രമാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയായിട്ടും ചേർത്ത് വയ്ക്കാൻ പറ്റും. അതാണ് ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ. പ്രണയത്തിന്റെ തകർച്ചയെ കുറിച്ച് പറയാൻ 31 കൊല്ലം കഴിഞ്ഞപ്പോൾ വൈലോപ്പിള്ളി ഇതേ ആശയത്തിലേക്ക് വേറൊരു നിലയ്ക്ക് മടങ്ങി വന്നു. കുടിയൊഴുക്കിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരി കാണാനായിട്ട് കഴിയും. ഒട്ടുമാഗ്രഹമിന്നിയെ പാട്ടിൻ പട്ടുനൂല് നൂറ്റെന്നറയ്ക്കുള്ളിൽ പെട്ടുവാണൊരൻ ഭാവന പത്രപട്ടമേന്തിയ ഭ്രാന്തിനെ പോലെ തേൻകടലിയിൽ വാച്ച മീൻ കഴുകിയ വെള്ളത്തിൽ വാച്ച തേൻകടലിയിൽ എന്തിനു കൂടി. ഒട്ടും ആഗ്രഹമില്ലാതെ ഭാവനയുടെ ലോകത്ത്, പാട്ടിന്റെ ലോകത്ത് സഞ്ചരിച്ചിരുന്ന ഒരു പട്ടം പോലെ പറന്നു പോയ എൻ്റെ ഭാവന
മീൻ കഴുകിയ വെള്ളത്തിൽ വളർന്നു വന്ന ഈ തെങ്കതളിയിൽ എന്തിനു പോയി ചാടി എന്നാണ് വൈലോപ്പിള്ളി ചോദിച്ചത്. ആശാനും വൈലോപ്പിള്ളിയും തമ്മിൽ ചരിത്രത്തിന്റെ രണ്ടറ്റങ്ങളിലാണ്. അത് പിന്നെ കാണാൻ കേട്ടോ. നളിനിയിലെത്തും ആശാൻ അനുരാഗത്തെ എല്ലാറ്റിനെയും ഭേദിച്ചു വായുന്ന ഒരു ശക്തി സ്വരൂപമായി കാണുന്നു അല്ലെ. പഴകിയ തരുവല്യ മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാൻ കഴിയും ഇവ മനസ്സിമാർ മനസ്സൊഴുക ദശക്യം ഒരാളിലൂന്നിയാൽ. 1913. പഴകിയ തരുവല്യ മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കാം, ഇതൊക്കെ പറ്റും. പക്ഷെ അനുരാഗിയായ ഒരാളുടെ മനസ്സ് മറ്റൊരാളിൽ ഉറച്ചാല് മാറില്ല എന്നത് 1913 ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു. 48 വൈലോപ്പിള്ളിക്ക് സംശയമൊന്നും ഉണ്ടായില്ല. കന്യമാർക്ക് നവാനുരാഗം കമ്രശോണ സ്ഫടിക വളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് ഇവണ്ണ ഉന്നയിപ്പു ഞാൻ തത്വനിരകൾ ഒന്ന് പോയാൽ വേറെ ചൊമ്പ് പോയാൽ പച്ച. കാമുകിക്ക് അറിയാം കേട്ടോ. കാമുകിയും പറയുന്നുണ്ട്, മറ്റു പൂച്ചെടി ചെന്ന് തിന്നാനൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം എന്ന് കാമുകിക്ക് അറിയാം. കെ ജയശീലൻ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു വരിയും കൂടി എഴുതി, ഒരു പൂമേലും നേരെ ഒറ്റ പൂമേലും നേരെ ഇരിക്കില്ല മറ്റേ പൂവിൻ വിചാരം കാരണം എന്ന് ജയശീലൻ പിന്നെ എഴുതുന്നുണ്ട്. പക്ഷെ ആശാൻ കെട്ടിയത് ഈ നളിനിയിലും ലീലയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നളിനിയിലും ലീലയിലും എത്തുമ്പോ ഞാൻ വീണപ്പൂവിന്റെ ഒരു സൂചന മാത്രമേ പറഞ്ഞുള്ളൂ. ആ ആശയത്തെ എത്രയെങ്കിലും ഇടത്താൻ കിട്ടോ. വീണപ്പൂവിലെ 19 ശ്ലോകങ്ങൾ കൊണ്ട് ആധുനികമായൊരു വ്യക്തി സ്വത്വത്തിന്റെ സ്ഥാപന സാമഗ്രിയായി ആശാൻ അനുരാഗത്തെ, സ്നേഹം എന്ന അനുഭവത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു. അവിടെ അനുരാഗം എന്ന് പറഞ്ഞുകൂടാ, സ്നേഹം എന്നതിനെ ആശാൻ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്ന് ഇനി നിങ്ങൾ വീണപ്പൂ വായിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. വായിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ ഞാൻ മുൻകൂർ പറയാം. ഞാൻ ഒരു സ്ഥലത്ത് ആശാൻ എന്ന് പറഞ്ഞപ്പോ ഒരു കൊച്ചു ചോദിച്ചു അതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരാശാൻ പറഞ്ഞു, അല്ലാതെ ഇപ്പൊ നമ്മളെന്ത് പറയും എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഇനി വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തത്വത്തെ മുൻനിർത്തി ആ വരികളിലേക്ക് ഒന്നുകൂടി നോക്കിയാൽ എങ്ങനെയാണ് പറ്റത്തിൽ ഒരാളിൽ നിന്ന് ഒറ്റക്കൊരാളിലേക്കുള്ള മനുഷ്യന്റെ സ്ഥാനാന്തരണത്തിന്റെ കേന്ദ്രാനുഭൂതിയായി ആശാൻ സ്നേഹത്തെ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് വീണപ്പൂവിൽ കാണാൻ പറ്റും. അത്ര ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അത് എത്രയെങ്കിലും പറയാം. നളിനിയിലും ലീലയിലും എത്തുമ്പോൾ വാസ്തവത്തിൽ അവിടെ അനുരാഗം എന്നത് ഈ പറഞ്ഞ വരികളിൽ കാണുന്നത് പോലെ സാമൂഹികമായ എല്ലാ ശ്രേണീകരണങ്ങൾക്കും കുറുകെ പായുന്നൊരു ഭാവശക്തിയായി മാറും. പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, ഘടനപതി വിലാസി ചെയ്യലും പിടമൃഗമേത്ത കൃപാർത്രയെങ്കിലും സ്ഫുടമകമലിയാതെ നേടിയ കടശില പോലെ തരംഗലികൾ മാറുന്നില്ല, ഉറച്ചു നിൽക്കാം. അറിവിൽ അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടും ഒക്കെ ഒക്കുകയിൽ നിറവേറുകയില്ല കാമിതം കുറയും ആ സഖി ഭാഗ്യശാലി എന്നിങ്ങനെ അനുരാഗത്തിന്റെ ഒരു ദൃഢത ലോകത്തെ മുഴുവൻ ഭേദിച്ചു വായി. ലോകത്തിന്റെ ഒരു വ്യവസ്ഥയെയും ജാതി, മതം, പ്രദേശം ഇതിനൊന്നും അനുരാഗത്തെ ഭേദിക്കാൻ പറ്റില്ല. അതിനെല്ലാം, അതായത് സാമൂഹികമായ അസമത്വങ്ങളെയും ശ്രേണീ വ്യവസ്ഥയെയും, അംബേദ്കർ ഗ്രേഡർ ഇൻഇക്വാലിറ്റി എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലുള്ള ശ്രേണീകൃതമായ ഭിന്നതകളെ മുഴുവൻ ഭേദിച്ച് പായാൻ പോന്ന അതിനെയൊക്കെ മറികടക്കുന്ന ഒരു ഭാവശക്തിയായി ആശാനിൽ അനുരാഗം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ ലീലയും നളിനി. ലീലയും നളിനിയിൽ നിങ്ങൾക്ക് ഇത് കാണാം. നളിനി ആശാൻ എഴുതി കഴിഞ്ഞപ്പോൾ ആശാന് തോന്നി ഇതത്ര നാട്ടു നടപ്പിന് ഒത്തുപോയില്ലല്ലോ. അതാണ് ലൗകിക രീതിയ സാധുവല്ല എന്ന് ലീലയുടെ ആമുഖത്തിൽ എഴുതിയത്. അത് അതിഭയങ്കര സാധുവാണ്. കുട്ടിക്കാലത്ത് മദനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് ലീല എങ്ങോട്ടോ പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു, കൊന്നു എന്നാണ് മാരാരുടെ വാദം. നല്ല കേസ് വാദമാണ് അത്. ആരോ പറയുന്നുണ്ട് നന്നായിട്ട് മാരാര് വാദിച്ചു, പക്ഷെ കേസ് മാറിപ്പോയി. കാരണം ലീലയിലൊരു പ്രശ്നം ഭർത്താവ് എങ്ങനെ മരിച്ചു എന്നുള്ളതേ അല്ല. അതൊന്നും ലീലയിലെ പ്രശ്നമേ അല്ല. ലീലയിലെ പ്രശ്നം വേറൊന്നാണ്. അങ്ങനെ അനുരാഗം കൊണ്ട് സാമൂഹിക അസമത്വങ്ങളെ, ഉച്ചനീചത്വങ്ങളെ, തട്ടുതിരിവുകളെ ഒക്കെ മറികടന്നു പോകുന്ന ഒരു അനുഭവസ്ഥാനം എന്ന നിലയിലേക്ക് സ്നേഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ സ്നേഹം ഒരുപക്ഷെ ലോകക്ഷേമ തൽപരനായി ജീവിക്കാൻ ദിവാകര യോഗിയെ പ്രേരിപ്പിക്കുകയും സന്യാസത്തിന്റെ വഴിയിൽ നിന്ന്
ലോകക്ഷേമത്തിന്റെ വഴിയിലേക്ക് ദിവാകരൻ തിരിയുന്നത് നളിനിയുടെ സ്നേഹം കൊണ്ടാണ്. നളിനിക്കൊരു സബ്ടൈറ്റിൽ ഉണ്ടല്ലോ, ഒരു സ്നേഹമാണ്. ഒരു അങ്ങനെ ഉപയോഗിച്ചുകൂടാന്നാ കുട്ടികൃഷ്ണനാരാര് പറയാം, അത് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്. പക്ഷെ ആശാൻ ഒരു സ്നേഹം എന്ന് എഴുതുന്നുണ്ട്. കാരണം അത് അത്ര യുണീക്കാണ്. നിങ്ങൾക്ക് ആ സ്നേഹം വേറൊരു സ്ഥലത്തും പകരം വയ്ക്കാൻ പറ്റില്ല. അത് ദിവാകരനെ പോലെ ഒരു സന്യാസിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് ലോകക്ഷേമമാക്കും. അതുകൊണ്ടാണ് പിന്നെ ആശാൻ എഴുതിയത് ലോകാനുരാഗം ഇയലാത്തവരെ നരന്റെ ആകാരമാർന്നുവിട വന്നു പിറന്നതായി. ഈ ലോകാനുരാഗത്തിലേക്ക് ദിവാകരനെ കൊണ്ടുവന്ന് സന്യാസിക്ക് മോക്ഷം നൽകുന്നത് ഈ സ്നേഹമാണ്. സന്യാസി സാധാരണ വൈരാഗിയാണല്ലോ. ആ വൈരാഗ്യ സ്നേഹം പിടികൂടും. അത് ആശാൻ വീണപോലെ എഴുതിയിട്ടുണ്ട്. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ എറ്റ വൈരിക്ക് മുമ്പുഴറിയോടിന ഭീരുവാട്ടെ നേരെ വിടർന്ന് വിലസീടിന നിന്ന നോക്കി ആരാകിലെന്ത് വിളിയുള്ളവർ നിന്നിരിക്കും. അങ്ങനെ സന്യാസിയെ പിടിക്കുക ഈ സ്നേഹം. ആ സന്യാസിയെ പിടിച്ച് അവിടെ നിർത്തുകയല്ല, ലോകാനുരാഗത്തിലേക്ക് അയാളെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന സ്നേഹഭാവത്തിന്റെ ഒരു വലിയ സാമൂഹിക തലം. ഇതെല്ലാം നിങ്ങൾക്ക് സൂക്ഷിച്ചു വായിച്ചാൽ നള്ളിയിലും ലീവിലയിലും അലയലയായിട്ട് കാണാൻ പറ്റും. അതൊക്കെ ഓരോ കവിത എടുത്ത സൂക്ഷ്മാംശത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ ഓരോ ശ്ലോകത്തിലും എറിയും കുറഞ്ഞത് വന്നു പോകുന്നുണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ തട്ടുതിരിവിനെതിരെയുള്ള മാനുഷികതയുടെ വലിയൊരു ഊർജപ്രവാഹമായി പ്രവർത്തിക്കുന്ന സ്ഥലമായിട്ട് ഈ ലീലയിൽ നിന്ന് നളിനിയിൽ തെളിയുന്ന സ്നേഹങ്ങളാണ്. സീതാകാവ്യത്തില് സ്നേഹം അതിനപ്പുറം. സീതാകാവ്യത്തിലെത്തുമ്പോഴാണ് അമൂർത്തമായ ഒരു സമത്വാദർശം എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ സമത്വത്തെക്കുറിച്ചുള്ള അമൂർത്തമായ സമത്വത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അമൂർത്തമായ ഒരു അനുഭവ സ്ഥലം എന്നതിൽ നിന്ന് വ്യവസ്ഥാ വിമർശനത്തിന്റെ പ്രത്യക്ഷ മൂല്യത്തിലേക്ക് സ്നേഹം മാറുന്നത് ഈ ചിന്താവിഷ്ടയായ ചിന്തയിലേക്കാണ്. വ്യവസ്ഥാ വിമർശനം, വ്യവസ്ഥ എന്ന് മാത്രമല്ല കേട്ടോ, ബൗദ്ധമായൊരു അനുതാപം കൂടി അതിനകത്തുണ്ട്. അല്ലാതെ വ്യവസ്ഥക്കെതിരെ പറഞ്ഞ് ചിന്താവിഷ്ടയായ സീത അവസാനിച്ചിട്ടൊന്നുമില്ല. സീതാകാവ്യത്തിന്റെ അവസാന ഭാഗത്തുമ്പോൾ സീത വീണ്ടും രാമനെ ഓർക്കുന്നുണ്ട്, രാമനോട് സ്നേഹവായ്പോടെ തന്നെ പറയുന്നുണ്ട്. അത് നേരത്തെയുള്ള സീതയല്ല. അത് വെച്ച് സീത ആശാന്റെ സീത വാൽമീകിയുടെ സീത തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ആശാന്റെ സീത അപ്പോഴേക്കും വാൽമീകിയുടെ സീതയ്ക്കും അപ്പുറം പോയിട്ട് അനുതാപത്തിന്റെ പുതിയൊരു മൂല്യത്തിലേക്ക് എത്തുന്നത് കാണാൻ പറ്റും. എന്താണ് സീതാകാവ്യത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു വരി, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനുഷ. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര. വാസ്തവത്തിൽ മലയാള ഭാഷയിൽ ഈശ്വര എന്നുള്ള പദം ഇത്രമേൽ ദുഃഖനിർഭരമായും ഇത്രമേൽ ആത്മവേദനയോടെയും മറ്റെവിടെയും ഉച്ചരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ഭാഗത്ത് രാമനോടുള്ള സ്നേഹാതിരേകം, മറുഭാഗത്ത് അതേ രാമൻ തന്നെയാണല്ലോ ആർക്കോ വേണ്ടി തന്നെ കൈയൊഴിഞ്ഞത് എന്ന തീരാത്ത ദുഃഖം. ഇതിന്റെ നടുവിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെ ആത്മസംഘർഷങ്ങൾ മുഴുവൻ ഘനീഭൂതമായി കിടക്കുന്ന ഒരു വാക്കാണ് ഒരു പാശം വശമാക്കി ഈശ്വര. ആ സ്നേഹത്തിൽ നിന്നാണ് വ്യവസ്ഥയിലേക്കുള്ള വലിയ വിമർശനങ്ങൾ. നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹിണീ ശ്രുതി അരുതോർക്കിൽ നൃപൻ വധിച്ചു നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ. താപസനെ കൊന്നു കളഞ്ഞു. നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹിണീ ശ്രുതി. സ്ത്രീയെയും ശൂദ്രരെയും ഒക്കെ നിന്ദ്യവസ്തുക്കളായി കണ്ട വേദപാരമ്പര്യം രാമനെ ചീത്തയാക്കി. രാമൻ സ്വയമേവ ചീത്തയായി പോയതല്ല. രാമനോടുള്ള സ്നേഹം സീത വിടുന്നില്ല കേട്ടോ. അല്ലാതെ ചിലർ കരുതുന്നത് പോലെ രാമനെ പലഭ്യം പറഞ്ഞു പോകുന്നതല്ല. അതിലെനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയൊരു വിമർശനം P.K. ബാലകൃഷ്ണന്റെയാണ്. ചന്തപ്പെണ്ണുങ്ങൾ വർത്താനം പറയണ പോലെയാണ് സീത വർത്താനം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സീതാകാര്യത്തെ ബാലകൃഷ്ണൻ തള്ളി പറയുന്നുണ്ട്. വാസ്തവത്തിൽ സീത അങ്ങനെ രാമനെ തള്ളുന്നൊന്നുമില്ല. രാമനോടുള്ള വിമർശനമുണ്ട്, രാമനോട് സ്നേഹമുണ്ട്. ഈ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ എന്ന് പറയുമ്പോഴും രാമനെ ഉപേക്ഷിക്കുകയല്ല, രാമനോട് സ്നേഹം നിലനിർത്തിയിട്ട് തന്നെയാണ്. അല്ലാതെ കേവലമായൊരു നിരാകരണവും വഴക്ക് പറയും. ഞങ്ങൾ കാട്ടിൽ പാർക്കുന്ന സമയത്ത്, പഞ്ചവടിയിൽ പാർക്കുന്ന സമയത്ത് മൃഗങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരുന്നു. മരുവി മൃഗതുല്യർ ഞങ്ങളെന്ന് ഇരുവയ്യാർന്നൊരു ജീവി പോലവേ
അങ്ങനെ കാട്ടിൽ കഴിയുന്ന സമയത്ത് ഞങ്ങള് മൃഗങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരുന്നു. കൊട്ടാരത്തിലെത്തിയപ്പോ രാമന്റെ തോലിന് കട്ടി കൂടി. ആശാന്റെ അസാധാരണ പ്രയോഗമാണ്. ക്ഷിതിപാലക പട്ടബദ്ധമാം മതിയോ ചർമ്മകഠോരമെന്നുമാ. ക്ഷിതിപാലക പട്ടബദ്ധമാം മതി. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കിരീടം ചൂടിയ ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയിലെത്തിയപ്പോ ചർമ്മകാഠിന്യം കൂടി. രാമൻ സ്നേഹമുള്ള ആളായിരുന്നു, പക്ഷെ ആ സ്നേഹം പോയി. ആ കവിതയുടെ തുടക്കം നോക്കിയാൽ വേറൊരു കാര്യം കാണാം. പിന്നെ മൈത്രിയിലേക്കൊക്കെ വരുന്ന ആശയത്തിന്റെ ഒരു സൂചന സീതാകാവ്യത്തിന്റെ തുടക്കത്തിലുണ്ട്. സുധർമാമുനിയോട് അയോധ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ആശ്രമത്തിലെത്തി. ആശ്രമത്തില് തപസ്വിനികള് തന്നെ സ്വീകരിച്ചു. ആ തപസ്വിനികളുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ സീതാകാവ്യത്തിലൊരു വരി, തരുപക്ഷികളോടും മൃഗങ്ങളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ. അങ്ങനെയാണ്. വൃക്ഷങ്ങളോടും പക്ഷികളോടും നരരോടും ദേവതമാരോടും തരിപക്ഷികളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ ഒരു മട്ടവനുള്ളിലേന്തും ആ സരള സ്നേഹരസം നിനപ്പു ഞാൻ. എന്തൊരു വലിയ ഒരു മട്ടവനുള്ളില് സരള സ്നേഹരസം സർവത്രിയാണ്. ദൈവങ്ങളോട്, മനുഷ്യരോട്, പക്ഷികളോട്, വൃക്ഷങ്ങളോട്, സമസ്ത പ്രപഞ്ചത്തോട് ഉള്ള സാർവത്രികമായ സ്നേഹം അവിടെ ഉണ്ടായിരുന്നു. ആ സ്നേഹം ഞാൻ ഓർക്കുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ വാസ്തവത്തിൽ രാമൻ പരാജയപ്പെട്ടു. അത് രാമന്റെ ഒരു തകരാറാണ് എന്ന് പറയുന്നില്ല, മറിച്ചൊരു പാരമ്പര്യം രാമനെ ചീത്തയാക്കി എന്ന് സീത നേരിട്ട് പറയും. രാമൻ വാസ്തവത്തിൽ നല്ല ആളായിരുന്നു, പക്ഷെ രാമനെ ഒരു പാരമ്പര്യം ചീത്തയാക്കി. അത് സീത കാവ്യത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് മുടിയിൽ കൊതി ചേർത്ത് പുത്രരെ ജഡിയാക്കും ചിലർ തൽകുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹദമാർന്ന പത്നിയെ. മക്കളെ രാജാവാക്കാന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി കാട്ടിലേക്ക് അയക്കുന്ന ചില പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ മക്കൾ ഗർഭിണിയായ ഭാര്യയെ കാട്ടിലെറിയാനും ഒരു മടിയും കാണിക്കില്ല. ഇതൊരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ്, രാമന്റെ പ്രശ്നമാണ്. ദശരഥനും ഒരു പാരമ്പര്യവും ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തുടരും. തൽകുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹദമാർന്ന പത്നിയെ. ആ സരള സ്നേഹ രസമുണ്ടല്ലോ, തരുപക്ഷി മൃഗങ്ങളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ എന്നൊക്കെ ആശാൻ എഴുതിയ ആ പ്രകൃതിയുടെ അതുല്യമായൊരു പ്രഭ വാസ്തവത്തിൽ സീതാകാവ്യത്തിന്റെ അവസാനത്തെ 5-6 ശ്ലോകങ്ങളിലുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ സുപ്രീം പോയിട്രി എന്ന് സംശയരഹിതമായി പറയാവുന്ന 6-7 ശ്ലോകങ്ങൾ സീതാകാവ്യത്തിന്റെ അവസാനം പ്രകൃതി വർണ്ണനയായിട്ട് വരും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സന്ധ്യ, ഉദയം. എന്തൊരു ഗംഭീര കവിതയാണ്. ഇനി യാത്ര പറഞ്ഞിടട്ട ദിനസാമ്രാജ്യ പദേ ദിവസ്പദേ അനിയന്ത്രിത ദീപ്തിയാൽ കതിർക്കനകാസ്ത്രാവൃതനാം ഭവാൻ ഞാൻ. സ്വയം അന്തിയിലും വെളുപ്പിലും നിയതം ചിത്രവിരിപ്പ് നെയ്തുടൻ നിയതാലയവാതിൽ പൂട്ടുവൻ പ്രിയസന്ധ്യയെ അവധിക്കുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗത്തും രമണീയ വനങ്ങളെ രണഭ്രമര വ്യാകുലമാം സുമങ്ങളെ. ഞാൻ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഓർക്കാറുണ്ട് എപ്പോഴും, ഇതെങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഞാൻ കരുതുന്നത് ആലോചിച്ച് എഴുതിയതാവില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഭാഷ സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുമല്ലോ. വലിയ എഴുത്തിൽ ഭാഷ സ്വയം പ്രവർത്തിക്കുന്ന ചില ജീവിത സ്ഥാനങ്ങളുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. ചില വരികളൊക്കെ അങ്ങനെ കൂടി വരുന്നതാണ്, അല്ലാതെ ആലോചിച്ച് എഴുതുന്നതിനപ്പുറം അതുവരെയുള്ള ഭാഷയുടെ. പി കെ ബാലകൃഷ്ണൻ ആശാനെ കുറിച്ച് എഴുതിയ ഗംഭീരമായൊരു മെറ്റഫറുണ്ട്, പ്രതിഭാരക്ഷസിന്റെ കുതിര സവാരി. ഒരു രക്ഷസ് കുതിരപ്പുറത്ത് കയറുന്നു, കുതിര ആദ്യം ഇയാളുടെ കൺട്രോളിലാണ്, കുറച്ച് കഴിയുമ്പോൾ കുതിര ഇയാളെ കൊണ്ടുപോകും. അങ്ങനെ കുതിര മുപ്പരെ കൊണ്ടുപോയ സമയത്താണ് ഈ ശ്ലോകമൊക്കെ വന്നതെന്നൊരു തോന്നലായിരിക്കുള്ളത്. കുറച്ച് മെറ്റാഫിസിക്കലാണ് കേട്ടോ, പിന്നെ കുറച്ച് മെറ്റാഫിസിക്സും കൂടി വേണമല്ലോ കവിതയില്. അല്ലാതെ ഇത് ആലോചിച്ച് എഴുതാൻ പ്രയാസമുള്ളൊരു വരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി യാത്ര പറഞ്ഞിടട്ട ദിനസാമ്രാജ്യ പദേ ദിവസ്പദേ അനിയന്ത്രിത ദീപ്തിയാൽ കതിർക്കനകാസ്ത്രാവൃതനാം ഭവാനി എന്നൊക്കെ
വിസിനീ തന്തു മരീചികേശനായ ലസിതസ്മിതനായ ചന്ദ്രികാ ഭസിതസ്നാദ മൃഗാംഗ കൈതൊള്ള. എന്തൊരു വഴിയാണ് ഇതൊക്കെ. വാസ്തവത്തിൽ കവിത ഇല്ലാണ്ടായിപ്പോയാൽ മനുഷ്യർക്ക് ഇതൊക്കെ നഷ്ടാവും കേട്ടോ. അനുഭവത്തിന്റെ സൂക്ഷ്മകോശം മുഴുവൻ അടഞ്ഞു പോയിട്ട് വളരെ ഫ്ലാറ്റായ ഒരു സ്ഥാനത്ത് പോയി നിങ്ങൾ നിൽക്കും. കവിത നഷ്ടപ്പെടുമ്പോൾ എന്ത് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനുഭവത്തിന്റെ സൂക്ഷ്മകോശങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അത് മുഴുവൻ കവിതയിലും കലയിലുമാണ്. എന്തുകൊണ്ട് മനുഷ്യന് കല? നെസസിറ്റി ഓഫ് ആർട്ട് എഴുതുന്ന സമയത്ത് ഏണസ്റ്റ് ബിഷപ്പ് പറയുന്നുണ്ട്, ടു ഗെറ്റ് ഇൻ ടു ദ മൈക്രോകോസം ഓഫ് ദ ലൈഫ്. ജീവിതത്തിന്റെ സൂക്ഷ്മകോശങ്ങളിലേക്കുള്ള ഒരു ചോടാണ് കല, അല്ലാതെ സാമാന്യ തത്വങ്ങളൊന്നുമല്ല. ഈ സൂക്ഷ്മകോശം അനുഭവത്തെ തിരിച്ചു പിടിക്കലാണ്. കാരണം ഈ അനുഭവവും ഭാഷയും തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. അനുഭവത്തെ നമ്മൾ ഭാഷയിലാക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭാഷയ്ക്ക് സാമാന്യമായിട്ടേ നിൽക്കാൻ പറ്റും. അനുഭവം പക്ഷേ സവിശേഷമാണ്. ഇപ്പൊ സീതാകാവ്യത്തിലല്ല, നളിനിയില് ആശ്രമത്തിൽ ചെന്നു 5 കൊല്ലായി ആശാൻ എഴുതുന്നത്. അതിൽ പിന്നെ 5 വട്ടം ഇഹ പൂത്തു കാണാൻ. 5 കൊല്ലം കഴിഞ്ഞു എന്നല്ല, 5 കൊല്ലം കഴിഞ്ഞു എന്നുള്ളത് കോമൺ സ്റ്റേറ്റ്മെന്റാണ്. പരീക്ഷ പാസ്സായിട്ട് 5 കൊല്ലായി, ജോലി കിട്ടിയിട്ട് 5 കൊല്ലായി, അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 5 കൊല്ലായി, ആ അപകടം ഉണ്ടായിട്ട് 5 കൊല്ലായി. എന്തിനോട് നിങ്ങൾക്ക് ചേർക്കാം? വളർവഞ്ഞവൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഹോമോജനസ് എംപ്റ്റി ടൈം, ഏകമാനമായ ശൂന്യകാലം. അതെന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതാണ് ആധുനിക കാലം. പക്ഷെ കാലത്തിന് അനുഭവ മൂല്യമുണ്ട്. ഇപ്പൊ നമുക്ക് പ്രിയങ്കരമായ ഒരു കാര്യമാണെങ്കിൽ 1 മണിക്കൂർ 5 മിനിറ്റ് ആവും. ക്ലാസ്സിലിരിക്കുമ്പോൾ 5 മിനിറ്റ് 1 മണിക്കൂറാവും. അതിങ്ങനെയാ. അനുഭവ മൂല്യം അതിനെ ചെറുതാക്കി, മറ്റതിനെ വലുതാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആശ്രമത്തിൽ ചെന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞൊന്നുമല്ല, 5 വട്ടം ഇഹ പൂത്തുകയാണ്. കാടാണ്, ആശ്രമമാണ്, കാട് പൂക്കുന്നുണ്ട്, നളിനി അറിയുന്നുണ്ട്. അങ്ങനെ നളിനിയുടെ മനോനില മുതൽ ആ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ഘടന വരെ ആ വരിയിലുണ്ട്. 5 വട്ടം ഇഹ പൂത്തുകയാണ്. എക്സ്പീരിയൻഷ്യലാണ്, എംപ്റ്റി അല്ല. അശമക്തല്ലേ? അനുഭവപരമാണ്, ശൂന്യമല്ല, ശൂന്യകാലമല്ല. ഇത് അവിടെ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ വാക്കുപോലെ നിങ്ങൾക്ക് എവിടെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പച്ച ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കൊല്ലാന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ 5 വട്ടം ഇഹ പൂത്തുകാരെന്ന് ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ ചികിത്സിക്കണം എന്നർത്ഥം. മനസ്സിലായി? അത് പറയാൻ പറ്റില്ല. കാരണം ഇതിവിടെ മാത്രമേ നിൽക്കുള്ളൂ. അതായത് ബർജർ പറയുന്നുണ്ട്, കവിത എന്താ ചെയ്യുന്നത്? ബർജർ പറയുന്ന മനോഹരമായ ഒരു കാര്യം, വാക്കിൽ നിന്ന് പിൻവാങ്ങിപ്പോയ അനുഭവ മൂല്യത്തെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കുകയാണ് കവിത. കവിത എന്നുണ്ട് സാഹിത്യം. കാരണം ഭാഷയ്ക്ക് സാമാന്യ സ്വഭാവമേ ഉള്ളൂ, ഒരല്ല പച്ചല. പക്ഷെ ഈ പച്ചലയെ, പച്ചല എന്ന് പറയുന്നത് സാമാന്യമാണല്ലോ. കാരണം ഓരോ പച്ച ഓരോ തരം. നിങ്ങളൊരു മരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിൽ കാണുന്ന പച്ച അടുത്ത മരത്തിലുണ്ടാവില്ല. വിജയമാഷ് പണ്ട് പറഞ്ഞൊരു ഫലിതം പറയാം. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു പച്ച സാരി വേണം. ഭർത്താവ് ഇന്നേരം പച്ച സാരി മേടിച്ചോളൂ. ഭാര്യ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതല്ല ഞാൻ പറഞ്ഞ പച്ച. കാരണം ഭർത്താവിന് പച്ച ഒരു വാക്കാണ്, ഭാര്യയ്ക്കൊരു അനുഭവമാണ്. ഈ അനുഭവം മൂല്യം ഈ പച്ചയിലില്ല, വാക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ഭാഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള പ്രശ്നം. അതുകൊണ്ട് ഭാഷയിൽ നിന്ന് പിൻവാങ്ങിപ്പോയ അനുഭവ മൂല്യത്തെ ഭാഷ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കഴിയും. പക്ഷേ ഇനി യാത്ര പറഞ്ഞിടട്ടഹാ ദിനസാമ്രാജ്യപദേ ദിവസ്പദേ അനിയന്ത്രിത ദിപ്തിയാൽ കതിർ കനകാസ്ത്രാവൃതനാം ഭവാൻ എന്ന് പറയുന്നതോടെ സൂര്യൻ വേറൊരു പ്രതലത്തിലെത്തും. യാഥാർത്ഥ്യത്തിന്റെ ഒരു പുതിയ മണ്ഡലം. കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം എന്ന് വല്ലുപള്ളി പറയുന്നത് ഇതാണ്. ഞാൻ ഈ ഭാഷ കൊണ്ട് വേറൊരു ലോകം ഉണ്ടാക്കും. അങ്ങനെ ഭാഷ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതുല്യമായ ലോകം, പ്രപഞ്ചവ്യാപ്തിയുള്ള സ്നേഹാനുഭൂതിയുടെ ലോകം ചിന്താവിഷ്ടയായ സീതയുടെ അവസാനം കാണാം. അതുകൊണ്ട് അവസാനം സീത ഭൂമിയിൽ നിന്ന് യാത്ര പോകുമ്പോൾ രാമനെ പഴിച്ചിട്ടൊന്നുമല്ല, യാത്ര പറഞ്ഞ് പോവുകയാണ്. അവസാനം രാമനോട് പറയുന്നത്, രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമീപദം. ഞാൻ ഉയർന്നു പോകുന്നു, നീ വരും പതിയെ. എങ്ങനെ? ദുഃഖം കൊണ്ട് ശോകം കൊണ്ട് പരിഭാഗം വന്ന് നിന്റെ ഈ ഭാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വിജയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര ഭവാനുമെത്തും അജമാനൈക്യം. ഞാൻ എത്തിച്ചേർന്നിടത്തേക്ക് നീയും വരും. അവിടേക്ക് വരാനിരിക്കുന്ന രാമനെയാണ്. ആ രാമനെ അവസാന ശ്ലോകത്തിൽ എഴുതുന്നുണ്ട് കേട്ടോ, അനുശയക്ലാന്താസ്യൻ.
അവസാന ശ്ലോകം സീതാകാവ്യത്തിലെ അതിഗംഭീര ശ്ലോകമാണ്. 1.5 ദിവസമാണ് ആശാൻ ഒറ്റ ശ്ലോകത്തിൽ തീർത്തത്. വേണ്ടാ ഖേദമിടോ സുതേ വരികയും നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്നധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതെ അന്തികത്തെത്തി ഒന്നനിശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ. പത്നിയുടെ പിന്നാലെ തലകുനിച്ച് നടന്ന് കൊട്ടാരത്തിലെത്തി, സഭാവേദിയിലെത്തി. ഒരുപാട് മാത്രം രാമനെ തല ഉയർത്തി നോക്കി. അനിശയ ക്ലാന്താസ്യനാം കാന്തനെ വിജയമഹർഷി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. രാമനെ കണ്ടിട്ട് സീത കണ്ണീരൊഴുക്കിയെന്നല്ല, കല്ലോലമാല ചാർത്തിയെന്നല്ല, കാൽക്കൽ വീണൊന്നുമല്ല. കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ സരി. ലോകം വെടി. ഒരു നിലയ്ക്ക് ഈ പൗരജനങ്ങളെ കണ്ടിട്ട് അഭിമാനിനിയായ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നതിന്റെ ഉത്തരം കൂടിയാണ്. ലോകം വെടിഞ്ഞാൽ. ഉത്തരരാമായണത്തിൽ നോക്കിയാൽ അവിടെ തീരില്ല കേട്ടോ. ഉത്തരരാമായണത്തില് രാമനും ലോകം വെടിയും. സരയൂ നദിയിലേക്ക് രാമന് പോവും, അനുജന്മാര് പോവും, അയോധ്യയിലെ മുഴുവൻ മനുഷ്യരും പോവും. അങ്ങനെ വിജയപ്രതാപം നേടിയ രാമൻ നദിയിൽ മുങ്ങി മരിച്ച് രാമരാജ്യം നദിയിൽ മുങ്ങിത്താഴുന്നതിന്റെ കൂടി ചിത്രം തീർത്തിട്ടാണ് ഉത്തരരാമായണം അവസാനിക്കുന്നത്. നമ്മൾ ഈ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ അവസാനിച്ചതുകൊണ്ടാണ് ഇത് രാമന്റെ വലിയ പ്രതാപത്തിന്റെ കഥയാണെന്ന് കരുതുന്നത്. ബാക്കിയും കൂടി വായിച്ചു കഴിഞ്ഞാൽ അസൂക്കേടുമാണ്. അല്ലെങ്കിൽ 10-ാം ദിവസം യുദ്ധം അവസാനിച്ചപ്പോൾ പാണ്ഡവര് ജയിച്ചു എന്ന് തെറ്റിദ്ധരിക്കും. മൗസലപർവം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും. യാദവര് തമ്മിൽ തല്ലി മരിച്ചു, എരകപ്പുല്ല ആയുധമാക്കി അന്യോന്യം പോരാടി മരിച്ചു, കൃഷ്ണൻ കാൽപ്പടപ്പിൽ അമ്പേറ്റു മരിച്ചു, ദ്വാരക കടലെടുത്തു, സർവ്വതും നശിച്ചു. പികവാലക്ഷം പറയുന്നുണ്ട് മഹാഭാരതത്തിന്റെ ആന്റി ക്ലൈമാക്സാ മൗസലപർവം. ആകെ 200 ശ്ലോകമുള്ളൂ, പക്ഷേ സർവ്വ വിജയങ്ങളും നിലംപൊത്തുന്നു. അങ്ങനെ നിലംപൊത്താനിരിക്കുന്ന ഒരു പാരമ്പര്യം രാമനുണ്ടെന്നും ആ സമയത്ത് നീ എന്നിലേക്ക് തിരിച്ചെത്തും. രുചയാൽ പരിപക്വ തത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര ഭവാനുമെത്തുന്നേ അജമാനൈക വിഭാവ്യം. കനമാർന്നെഴും അണ്ടമണ്ഡലം ചമയും മണ്ണിവിടില്ല താഴെയാം. അതൊക്കെ താഴെയാണ്. ഞാൻ എത്തിയ ഈ പ്രദേശത്ത് അതൊന്നുമില്ല, അവിടേക്ക് നീയും വരും. അങ്ങനെ തന്നിലേക്ക് എത്താനിരിക്കുന്ന രാമനെ അനുതാപപൂർവം നോക്കുന്ന, കാരുണ്യപൂർവം നോക്കുന്ന ബൗദ്ധമായ ഒരു പ്രേരണാബലം വാസ്തവത്തിൽ സീതയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് നോക്കുക. സ്നേഹത്തിൽ നിന്ന് മൈത്രിയിലേക്കുള്ള വലിയൊരു യാത്ര. ഈ മൈത്രിയാണ് ചണ്ഡാലഭിക്ഷുകിയിൽ ആശാൻ ആവിഷ്കരിക്കുന്നത്. ചണ്ഡാലഭിക്ഷുകിയെ ദുരവസ്ഥയും ചേർത്തിട്ട് പരിശോധിക്കുമ്പോൾ കേസരി ബാലകൃഷ്ണനുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകിയും മുന്നുന്നത് ഒരേ പ്രമേയത്തിലാണെങ്കിലും ചണ്ഡാലഭിക്ഷുകിയാണ് നല്ല ഗതി. അതിന് 2 കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ദുരവസ്ഥ പരിമിതമായ ഹൈന്ദവ വീക്ഷണകോടിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അതൊരു ഹൈന്ദവ വീക്ഷണകോടിയാണ്. രണ്ടാമത്, ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് അദ്ദേഹം അന്നേ പറഞ്ഞു, മലബാർ കലാപത്തിന്റെ പിന്നിലുള്ള സാമ്പത്തിക പ്രേരണകളെ ആശാൻ പരിഗണിച്ചിട്ടില്ല. ഈ പ്രശ്നം ആദ്യമായിട്ട് എഴുതുന്നത് 1941 ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മലബാർ പെസന്ററിയുടെ ചരിത്രം എഴുതുന്ന EMS ആണ് ആദ്യം എഴുതുന്നത്. പക്ഷെ EMS ഇത് എഴുതുന്നതിന് വളരെ മുമ്പ് കേസരി പോയിന്റ് എഴുതിയിട്ടുണ്ട്. മലബാർ കലാപത്തിന്റെ പിന്നിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ ആശാൻ കണ്ടിട്ടില്ല. അത് പരിമിതമായ ഒരു ഹൈന്ദവ വീക്ഷണ കൂടി അതിനുണ്ട്. എന്നാൽ ചണ്ഡാലഭിക്ഷുകിയാകട്ടെ അദ്ദേഹം പറഞ്ഞു, ചണ്ഡാല ശബ്ദം അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സാർവലൗകിക പദമാണ്. 2, അത് മുമ്പോട്ട് വയ്ക്കുന്ന സ്നേഹവും മൈത്രിയും വിമോചനത്തിന്റെ സാർവത്രിക ഭാഷയിലാണ് സംസാരിക്കുന്നത്. സവിശേഷ ഭാഷ. ഇങ്ങനെ വീണപൂവിലെ കരുണയിലെത്തുന്ന സമയത്ത്, ഞാൻ എന്ത് വിശദീകരിക്കുന്നില്ല, കരുണയിലെത്തുന്ന സമയത്ത് മോക്ഷം കിട്ടുന്നത് ഉപവൃത്തനാണ്. വാസവദത്തയ്ക്കും ശേഷമാണ് അപ്പോഴും ഉപവൃത്തന് മോക്ഷം കിട്ടിയിട്ടില്ല. മോക്ഷം ആ ഉപവൃത്തിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ആശാന്റെ ഒരു വലിയ സവിശേഷതയാണ് ഈ മാസ്കുലിനിറ്റി എന്ന് പറയുന്നതിന് ആദ്യം തകർത്ത് കളഞ്ഞ ഒരു വലിയ സങ്കല്പം ആശാന്റെയാണ്. ആശാന്റെ കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷബലം കാണാനില്ല. അതൊരു മോശമായിട്ട് പണ്ടൊരു ലേഖനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആശാന്റെ ആണുങ്ങൾക്കൊരു ബലമില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ബലമില്ലായ്മയിലായിരുന്നു ആശാന്റെ ആണുങ്ങളുടെ ഒരു മഹിമ കിടന്നിരുന്നത്. കാരണം ഈ
പുരുഷ ബലം എന്ന് പറയുന്ന മാസ്കുലിൻ ഹീറോയിൻസ് എന്ന് പറയുന്നതിന് മലയാള ഭാഷ ആദ്യം ഉപേക്ഷിച്ച സ്ഥാനങ്ങളിൽ ഒന്നുകൂടിയായിട്ട് ആശാന്റെ കവിത മാറുന്നുണ്ട്. സമയമായില്ല എന്ന് പറയുകയും കാത്ത് ക്ഷമ പോയല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന, ഒടുവിൽ കരചരണങ്ങൾ ഭേദിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരാളിലേക്ക് എത്തുകയും അവിടെ വച്ച് അത് മോക്ഷത്തിന്റെ മറ്റൊരു വഴിയായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നത് നമുക്ക് കരുണാകാവ്യത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഞാൻ സമർപ്പിക്കാം. ഇങ്ങനെ ആശാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആശാന്റെ കവിതയുടെ ആധാരശ്രുതി പോലെ ഏത് ഗാനത്തിനും പിന്നിലുള്ള ശ്രുതിയുടെ അന്തര്യാമിയായ ഒരു ഒഴുക്ക് പോലെ ആശാന്റെ ഭിന്ന ഭിന്നങ്ങളായ പ്രമേയങ്ങളെ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ആശാന്റെ സ്നേഹഭാവന പ്രവർത്തിക്കുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ പരിമിതാർത്ഥത്തിലല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികവും രാഷ്ട്രീയവും ആയ വിപുലമാനങ്ങളിലേക്കും ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിന്റെ സൂക്ഷ്മ ശരീരത്തിലേക്കും ഒരുപോലെ പടർന്നു നിൽക്കുന്ന അതിബൃഹത്തായ ഒരു സങ്കല്പന വ്യൂഹമായി വാസ്തവത്തിൽ ആശാന്റെ സ്നേഹഭാവന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആശാൻ സ്നേഹഗായകനാണ് എന്ന് പറയുന്നത്. മറ്റെല്ലാ വിശേഷണങ്ങളെക്കാളും വൈപുല്യമുള്ളതാണ്. കാരണം ആശാന്റെ സ്നേഹം അതിൽ തന്നെ ഒരു വിപ്ലവ മൂല്യമാണ്. അതൊരു വൈയക്തികാനുഭവം എന്നതുപോലെ അത് അതിവിപുലമായ സാമൂഹിക അനുഭവമാണ്. അതൊരു വൈകാരിക മൂല്യമാണ് എന്ന് പറയുന്നത് പോലെ അത് ആഴമേറിയ ഒരു വിധ്വംസക മൂല്യമാണ്. അത് വ്യക്തിയുടെ സ്വകാര്യമായ ആനന്ദത്തിന്റെ അനുഭവമാണ് എന്ന് പറയുന്നത് പോലെ സാമൂഹികമായ മോക്ഷഭാവന കൂടിയാണ് അത്. പിൽക്കാലത്ത് അംബേദ്കർ മൈത്രി എന്ന സങ്കല്പത്തിലൊക്കെ വിളക്കി ചേർക്കാൻ ശ്രമിച്ച സാമൂഹികതയുടെ വിശാല മൂല്യങ്ങളെ മുഴുവൻ വ്യക്തിപരവും സാമൂഹികവും സുഹൃത്തും ശത്രുവും മനുഷ്യനും പ്രപഞ്ചവും എന്ന വ്യാപകമായ ഒരു അർത്ഥമണ്ഡലം സ്നേഹത്തിന് നൽകിക്കൊണ്ടാണ് ആശാന്റെ കവിത സ്നേഹത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ ശക്തി നേടുന്നു. ഇങ്ങനെയാണ് സ്നേഹത്തിൽ നിന്ന് ഉദിച്ചിട്ട് സ്നേഹത്താൽ ശക്തി നേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. നമസ്കാരം.